ഓക്കെ, അപ്പോൾ ഇങ്ക്സ്കേപ്പിലെ മെനു ബാറുകളെ കുറിച്ചും അവയുടെ ടൂൾ ബോക്സിനെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവയുടെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് കാണുക. അതുപോലെ തന്നെ ആ പഠിപ്പിച്ച പാഠഭാഗമായിട്ടുള്ള നോട്ടുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്, അതും എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന മെനു ബാറിന്റെയും അതുപോലെ തന്നെ നമ്മൾ പഠിച്ചത് ടൂൾ ബോക്സിനെ കുറിച്ചാണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ ആ ടൂൾ ബോക്സിനെ കുറിച്ചും അവയിലെ പ്രധാനപ്പെട്ട ടൂളുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെനു ബാറുകളെ കുറിച്ചാണ്. അതുപോലെ തന്നെ മെനു കൺട്രോൾ ബോക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് വ്യക്തമായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ എഴുതി വെച്ചിരിക്കുക, നമുക്ക് ഇങ്ക്സ്കേപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് മെനു ഓപ്ഷൻസ് ആണ് ഫയല്, ഒബ്ജക്റ്റ്, പാത്ത്, ടെക്സ്റ്റ്. അപ്പൊ ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മെനു ബാറുകളാണ് ഫയല്, അതുപോലെ തന്നെ ഒബ്ജക്റ്റ്, പാത്ത്, ടെക്സ്റ്റ്. ഓക്കെ, ബാക്കിയുള്ള നിങ്ങൾക്ക് ഇപ്പൊ തൽക്കാലം ആവശ്യമില്ല. നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ ആണ് ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് വേണ്ടത്. ഇപ്പൊ തൽക്കാലം നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള 3 ഓപ്ഷൻസ് ആണ് ഫയലുകൾ, ഒബ്ജക്റ്റ്, പാത്ത്, ടെക്സ്റ്റ്, അതായത് 4 ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ഈ 4 ഓപ്ഷനുകൾ എന്ത് ചെയ്യുക, ഒന്ന് ബുക്കിൽ രേഖപ്പെടുത്തി വയ്ക്കുക. കയ്യിൽ പുസ്തകം കൂടി എന്ത് ചെയ്യുക, കരുതി വയ്ക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞതാണ്, ഇവിടെ ഒരു കളർ പാലറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആ കളർ പാലറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമുക്ക് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒബ്ജക്റ്റ് ഏതാണോ ആ ഒബ്ജക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള നിറങ്ങൾ കൊടുക്കുവാനുള്ളതാണ് എന്ത് പറയുന്നത്, കളർ പാലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ഈ പുസ്തകത്തിനകത്ത് തന്നെ ആദ്യത്തെ ഒരു വർക്കുണ്ട്. എന്താണ് ആ വർക്ക് നമുക്ക് നോക്കാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സോസർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ സോസർ വരയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ടൂളുകളെ കുറിച്ച് വ്യക്തമായിട്ട് ഒന്നുകൂടി എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ട് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യേണ്ട വഴി അല്ലെങ്കിൽ പാത്ത് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ മെനുവിലേക്ക് വരിക. ആപ്ലിക്കേഷൻ മെനുവിൽ നിന്നും എന്ത് ചെയ്യുക, ഗ്രാഫിക്സ് തിരഞ്ഞെടുക്കുക. ഗ്രാഫിക്സിൽ നിന്നും എന്ത് തിരഞ്ഞെടുക്കുക, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. ഓക്കെ, എന്ത് ചെയ്യുക, ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഈ ഒരു ഇന്റർഫേസ് വരുമ്പോ നമ്മൾ പറഞ്ഞു നമുക്കിവിടെ ഒരു പേജ് ബോർഡർ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ ഒരു പേജ് ബോർഡർ, ഒരു A4 ഷീറ്റ് സൈസിലുള്ള ഒരു പേജ് ബോർഡറിന് നിങ്ങൾക്ക് ഇവിടെ വിസിബിൾ ആയിരിക്കും. ഈ പേജ് ബോർഡറിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അതായത് ഈ പേജ് ബോർഡറിനെ ഒഴിവാക്കിയാലേ നമുക്ക് ബാക്കി എന്താണ് പോർഷൻസിലൊക്കെ നമുക്ക് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കത്തുള്ളൂ. നമുക്ക് ഈ ഒരു പോർഷൻ പിന്നീട് ആവശ്യമുള്ളതാണ്. തൽക്കാലം നമുക്കിപ്പോ വരയ്ക്കുന്ന സമയങ്ങളിൽ ഈ പേജ് ബോർഡറിന്റെ ആവശ്യമില്ല. അപ്പൊ പേജ് ബോർഡറിനെ ഒഴിവാക്കാനുള്ള കീബോർഡ് ഷോർട്ട് കട്ടാണ് Ctrl+Shift+D. ഓക്കെ, കീബോർഡിൽ പ്രസ് ചെയ്യുക, കൺട്രോളിൽ പ്രസ് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, ഡി പ്രസ് ചെയ്യുക. ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ഇങ്ങനെ കീബോർഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഗ്ലോബൽ ഇങ്ക്സ്കേപ്പ് പ്രിഫറൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ സെറ്റിംഗ്സിന്റെ ബട്ടൺ ഉണ്ട്. ആ സെറ്റിംഗ്സിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഇതിന്റെ പൊതുവായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. നേരെ ഫയൽ മെനുവിലേക്ക് വരിക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു, നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള 4 മെനു ഓപ്ഷൻസിൽ ഒന്നാണ് ഏത്, ഫയൽ എന്ന് പറയുന്നത്. ആ ഫയൽ ഓപ്ഷനിലേക്ക് വരിക. ഫയൽ മെനുവിൽ ഇത് എഴുതി വെക്കണം, ഫയൽ മെനു. അതായത് ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ആയി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇന്റർഫേസിലെ പേജ് ബോർഡറിനെ ഒഴിവാക്കുവാൻ, അപ്പൊ അങ്ങനെ തന്നെ എഴുതി വെക്കുക, ഇങ്ക്സ്കേപ്പിലെ പേജ് ബോർഡറിനെ ഒഴിവാക്കുവാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫയൽ എന്ന് എഴുതുക, എന്നിട്ട് ഹൈഫൺ ഇടുക. ഹൈഫൺ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക, അതിൽ നിന്നും ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് തിരഞ്ഞെടുക്കുക. ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ്, ഈ മെത്തേഡ് തിരഞ്ഞെടുക്കുന്നതിനുള്ള കീബോർഡ് ഷോർട്ട് കട്ടാണ് CTRL. കൺട്രോളിനെ ചുരുക്കി പറയുന്നതാണ് Ctrl+Shift+D. ഓക്കെ, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് വന്നു കഴിഞ്ഞാൽ ഈ പേജിൽ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ബോർഡേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ബോർഡേഴ്സിന് എന്ത് ചെയ്യുക, ജസ്റ്റ് അൺടിക്ക് ചെയ്യുക. ഓക്കെ, ടിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ആ പേജ് ബോർഡർ എന്ത് ചെയ്തു, ഡിസേബിൾ ആയി മാറി, അല്ലെങ്കിൽ അത് പോവുകയാണ് ചെയ്തത്. നമുക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഈ ബോക്സിൽ വന്ന് തന്നെ എന്ത് ചെയ്യുക, പേജ് ബോർഡറിൽ അല്ലെങ്കിൽ തന്നെ ഷോ പേജ് ബോർഡർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എനേബിൾ ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഈ 2 കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. പേജ് ബോർഡർ ഒഴിവാക്കുവാനും അതുപോലെ തന്നെ അതിനെ എന്താണ് റീസ്റ്റോർ ചെയ്ത് അതായത് തിരിച്ചു കൊണ്ടുവരാനും എങ്ങനെയുള്ളതാണെന്നുള്ളത് വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക.
ഓക്കെ, അപ്പൊ നമുക്ക് പേജ് ബോർഡറിനെ ഒഴിവാക്കണം എന്നുള്ളതാണ്. ഇതിന് വേറെ മെത്തേഡൊക്കെ ഉണ്ട്. ഇതിൽ വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സൂം 1:1 എന്നൊക്കെ പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം ആവശ്യം വേണ്ട. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. കഴിഞ്ഞ ക്ലാസ്സിലെ ടൂളുകൾ നമ്മൾ പരിചയപ്പെട്ടതായിരുന്നു. സെലക്ടർ ടൂള്, അതുപോലെ തന്നെ നോഡ് എഡിറ്റിംഗ് ടൂള്. പുസ്തകത്തിലേക്ക് നോക്കാം, ആ പേജിന്റെ ഇന്റർഫേസിന്റെ ഒരു ചിത്രമുണ്ട്, ആ ചിത്രത്തിലേക്ക് നോക്കണം. നോഡ് എഡിറ്റിംഗ് ടൂള്, അതുപോലെ തന്നെ റെക്ടാംഗിൾ ടൂള്, സർക്കിൾ ടൂള്, കാലിഗ്രാഫ് ടൂള്, അതുപോലെ തന്നെ എന്താണ് ടെക്സ്റ്റ് ടൂള്. ഇവയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ടൂളുകൾ. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഇനി ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു 2D ഡിസൈനിങ് ആണ് നമ്മൾ ഈ ഇങ്ക്സ്കേപ്പിൽ ചെയ്യുന്നത്. 3D അല്ല ചെയ്യുന്നത്. 3Dക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു 8ാമത്തെ ചാപ്റ്റർ എത്തുമ്പോൾ 3D ഡിസൈനിങ് സോഫ്റ്റ്വെയറുകളെ കുറിച്ച് പഠിക്കും. അതായത് ബ്ലെൻഡർ, അതുപോലെ തന്നെ അഡോബ് എന്താണ് ഡ്രോ, അങ്ങനെ കുറെ സോഫ്റ്റ്വെയറുകളെ കുറിച്ച് പഠിക്കും. അതായത് അനിമേഷൻ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത് 3D ഡിസൈനിങ് ഒക്കെ വരുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെയും അനിമേഷൻ യൂസ് ചെയ്യാറുണ്ട്. 3D എന്താണ് 3D അല്ലാത്ത 2D അനിമേഷൻ ഒക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും ഡോറ എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ. ആ കാർട്ടൂണൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് 2D-യിലാണ്, 3D അല്ല. 3D എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷൻ ആണ്. അതായത് മൊത്തം നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവും. 360 ഡിഗ്രി എങ്കിലും ഉണ്ടായിരിക്കും. പക്ഷെ ഈ പറയുന്ന 2D-യിലാണെങ്കിൽ 2 ഡയമെൻഷൻ ആണ്. 2 ഡയമെൻഷൻ എന്ത് ചെയ്യത്തുള്ളൂ, അത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പുസ്തകത്തിലേക്ക് നോക്കുക. പ്രവർത്തനം എന്താണ്, 1.4 സോസറും വരയ്ക്കാനാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, സോസർ വരയ്ക്കാനായി വൃത്തം വരച്ചിരിക്കുന്ന ടൂൾ ഉപയോഗിക്കാം. അപ്പൊ സോസർ എന്ന് പറഞ്ഞാൽ അറിയാം, കപ്പും സോസറും, അതായത് ആ പ്ലേറ്റിനാണ് എന്ത് പറയുന്നത്, സോസർ എന്ന് പറയുന്നത്. ആ സോസർ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിവിധ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ചിത്രത്തെ കൂടുതൽ ആകർഷകമാക്കാവുന്നതാണ്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായിട്ട് ഒരു പോയിന്റ് പറയുന്നുണ്ട്, നിഴലും വെളിച്ചവും വിദഗ്ധമായി സമന്വയിപ്പിച്ചാണ് ദ്വിമാന രൂപങ്ങൾ, അതായത് 2D 2 ഡയമെൻഷൻ എന്നാണ് എന്റെ ഫുൾ ഫോം, തരത്തിലുള്ള ചിത്രങ്ങളെ ത്രിമാന ഭംഗിയിൽ എന്ത് ചെയ്യാം, ഉണ്ടാക്കുന്നതിന് ഇതിന് നിരവധി സാങ്കേതിക സംവിധാനങ്ങൾ ഇങ്ക്സ്കേപ്പിലുണ്ട്. അതായത് നമുക്ക് 3D ആയിട്ട് തന്നെ കാണാൻ സാധിക്കും. എങ്ങനെ, അതിന്റെ ഒരു എഫക്ട് കൊടുത്താൽ മതി. പക്ഷെ എന്തായിരിക്കും, ഒറിജിനൽ ഫയൽ എന്ന് പറഞ്ഞാൽ 2D ആയിരിക്കും. 2D തന്നെ 3D ആക്കി നമുക്ക് കാണുമ്പോൾ അത് 3D ആയിട്ട് തോന്നുമെങ്കിലും പക്ഷെ ഒറിജിനൽ ഫയൽ എന്തായിരിക്കും, 2D ഫയൽ ആയിരിക്കും. അപ്പൊ ഈ ഫയലുകൾ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആ സോസർ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിന്റെ എന്താണ് വിശദമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇങ്ക്സ്കേപ്പിന്റെ ഉപയോഗം, എന്തുകൊണ്ടാണ് അത് വന്നത്, അല്ലെങ്കിൽ അവയുടെ സൗകര്യപ്രദം എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, നമ്മുടെ വീട്ടിലുള്ള കമ്പ്യൂട്ടറുകളിൽ നമുക്ക് ഈ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് എങ്കിൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് കണ്ട് വീടുകളിൽ കമ്പ്യൂട്ടർ ഉള്ളവർ, ലാപ്ടോപ്പോ PC ഉള്ളവരൊക്കെ എന്ത് ചെയ്യുക, ഈ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ അത് വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ചെയ്തെടുക്കുക. ഇനി അപ്പൊ ഇവിടെ ഈ പറയുന്ന എന്താണ് SVGയുടെ ഫുൾ ഫോം, അല്ലെങ്കിൽ എന്ത് ഫോർമാറ്റിലാണ് അത് സേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇനി ഇവിടെ പഠിക്കാൻ പോകുന്നത് നമ്മള് തയ്യാറാക്കുന്ന സോസർ, അതായത് 3D മാതൃകയിൽ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുന്നേ കുറച്ച് മെനു ഓപ്ഷൻസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് പഠിക്കണം. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി, ചുവടെ നൽകിയിരിക്കുന്ന പ്രവർത്തന ഘട്ടങ്ങളുടെ സഹായത്താൽ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഒരു സോസർ വരച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. ഫോണിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ 2 ആപ്ലിക്കേഷൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒന്ന് പിക്സാർട്ട് എന്ന് പറയുന്നതും 2 സ്നാപ്സീഡ് എന്ന് പറയുന്നതും, പിന്നെ മൂന്നാമത്തേത് ലൈറ്റിനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി ലൈറ്റ് റൂം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനും ഉണ്ടായിരിക്കും. അപ്പൊ ബോയ്സിനൊക്കെ ആയിരിക്കും കൂടുതൽ അത് അറിയാവുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് അറിഞ്ഞിരിക്കാം, ഈ പറയുന്ന ആപ്ലിക്കേഷനുകളിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഗ്രേഡിയന്റ്, ബ്ലെൻഡ് എന്നൊക്കെ നിങ്ങൾ കുറെ ടൂളുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ട് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ടേമുകൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഇത് യൂസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കും അതെന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് പഠിക്കാം എന്തൊക്കെയാണ് അതിന്റെ ഉപയോഗങ്ങൾ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് എന്താണെന്ന് കൂടുതലും നിങ്ങൾ മനസ്സിലാക്കാനായിരിക്കും ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ നമുക്കത് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, വ്യക്തമായിട്ട് ഒന്ന് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് നമുക്കൊരു ഓപ്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് നിറം കൊടുക്കുന്നത് എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ
ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, അതായത് സോസർ തയ്യാറാക്കാനുള്ള ചിത്രം തന്നിട്ടുണ്ട്. ഞാൻ ഈ ചിത്രത്തെ ഇങ്ക്സ്കേപ്പിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്ക് എപ്പോഴും പുസ്തകം തുറന്നു കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ചിത്രത്തെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ക്സ്കേപ്പിലേക്ക് കൊണ്ടുവരികയാണ്. അതിന് ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിനെ സ്ക്രീൻഷോട്ട് ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ആപ്ലിക്കേഷൻ മെനുവിലേക്ക് വന്നു, ആക്സസറീസിൽ നിന്നും സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന ആപ്പ് എടുത്തു. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ എനിക്ക് സെലക്ടഡ് ആയിട്ടുള്ള ഏരിയ മാത്രം ഞാൻ എന്ത് ചെയ്യുന്നു, സ്ക്രീൻഷോട്ട് ചെയ്യുന്നു. സ്ക്രീൻഷോട്ട് ചെയ്ത് ഞാൻ ഇതിനെ സേവ് ചെയ്യുന്നില്ല, കോപ്പി ടു ക്ലിപ്പ് കൊടുക്കുന്നു. അതായത് അതിനെ കോപ്പി ചെയ്ത് കൊണ്ടുപോകുന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ കൊണ്ടുവന്നു അതിനെ പേസ്റ്റ് ചെയ്യാണ്. Ctrl+V കൊടുത്തു. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ആ ചിത്രം ഇവിടെ വന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഇതെങ്ങനെ വരയ്ക്കണം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഇവിടെ കൊണ്ടുവന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ ഒരു ചിത്രം വരയ്ക്കണമെങ്കിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഒരു സർക്കിൾ വരയ്ക്കുക അല്ലേ. ആദ്യം ഒരു സോസർ തയ്യാറാക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ടൂൾ സെലക്ട് ചെയ്യാം, സർക്കിൾ ടൂള് സെലക്ട് ചെയ്യാം. അപ്പൊ സർക്കിൾ ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഒന്ന് എന്ത് ചെയ്യുക, വരയ്ക്കുക. അപ്പൊ ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന കളർ എന്ന് പറഞ്ഞിരിക്കുന്ന ബ്ലാക്ക് ആണ്. പക്ഷെ ഈ ബ്ലാക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് മാറ്റി നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ കളർ കൊടുക്കണം. നമുക്ക് ഇൻ കേസ് നമുക്കിപ്പോ കറക്റ്റ് പ്രോപ്പർ കളർ കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ഈ ഒബ്ജക്റ്റിന് തന്നെ ഈ കൊടുത്തിരിക്കുന്ന കളർ അതേപോലെ ഇവിടെ പകർത്തിയെടുക്കാൻ പറ്റും. അതിനിവിടെ ഒരു ഡ്രോപ്പർ ടൂൾ ഉണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമില്ല, നമ്മൾ അത് യൂസ് ചെയ്യുന്നത് ഇവിടെ ഒരു ഡ്രോപ്പർ ടൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഡ്രോപ്പർ. ഓക്കെ, ആ ഡ്രോപ്പറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഡ്രോപ്പറിൽ ക്ലിക്ക് ചെയ്ത് എനിക്ക് വേണ്ട ഒബ്ജക്റ്റ്, അതായത് ഈ ഒബ്ജക്റ്റിൽ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്, ഈ ഒബ്ജക്റ്റിലേക്ക് കളർ കൊണ്ടുവരണമെങ്കിൽ ഇതിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പൊ തൽക്കാലം നമുക്ക് ആവശ്യമില്ല, നമുക്ക് കളർ പാലറ്റിൽ തന്നെ എടുക്കാം. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, നമുക്ക് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് കളർ തന്നെ കൊടുത്തു. ഓക്കെ, ഈ കളർ തന്നെ കൊടുത്തു. ഇനി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് സർക്കിൾ ടൂൾ വെച്ച് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തു, കൃത്യമായിട്ട് വരയ്ക്കുകയാണ് ചെയ്തത്. ഇനി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, പുസ്തകത്തിലേക്ക് നോക്കാം. ഓക്കെ, സർക്കിൾ ടൂൾ ഉപയോഗിച്ച് എന്താണ് തിരശ്ചീനമായ ഒരു ദീർഘവൃത്താകൃതി എന്ത് ചെയ്യുക, വരയ്ക്കുക. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് പ്രസ്തുത വൃത്തം സെലക്ട് ചെയ്യുക. അത് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഗ്രേഡിയന്റ് നിറം നൽകാനായി, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് എന്താണ് ഗ്രേഡിയന്റ് എന്നത്. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കണം. നമുക്ക് രണ്ട് തരത്തിലുള്ള ഗ്രേഡിയന്റുകളുണ്ട്. ഓക്കെ, പഠിക്കാൻ ആവശ്യമായിട്ടുള്ള രണ്ട് ഗ്രേഡിയന്റുകൾ ഏതൊക്കെയാണ്, ഒന്ന് ലീനിയർ ഗ്രേഡിയന്റും രണ്ട് റേഡിയൽ ഗ്രേഡിയന്റും. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒന്ന് ലീനിയർ ഗ്രേഡിയന്റും റേഡിയൽ ഗ്രേഡിയന്റും. കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം എന്താണ് ലീനിയറും എന്താണ് റേഡിയൽ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കത് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് പഠിക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗ്രേഡിയന്റ് നിറം നൽകാനായി. ഓക്കെ, ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നിറങ്ങളെ സമന്വയിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ നിങ്ങൾ GIMP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ പഠിച്ചിട്ടുണ്ട്, അതായത് GIMP. ഓക്കെ, അപ്പൊ ഈ GIMP സോഫ്റ്റ്വെയറിൽ നിങ്ങൾ ബ്ലെൻഡ് ടൂൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് കളറുകളെ സെലക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു, ബ്ലെൻഡ് ടൂൾ വെച്ച് ഡ്രാഗ് ചെയ്തു ഇല്ലേ. ആ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് രണ്ട് കളറുകളും എന്ത് ചെയ്യും, ഒന്നിച്ച് എന്ത് ചെയ്യും, അതിനകത്ത് വരികയാണ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലോ. അപ്പൊ ആ സെയിം കണ്ടന്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് അതിന്റെ പേര് മാറും, അതിന് ടൂളുകളിൽ വ്യത്യാസം വരും. ആ രണ്ട് പേരാണ്, ഒന്ന് ലീനിയർ ഗ്രേഡിയന്റും രണ്ട് റേഡിയൽ ഗ്രേഡിയന്റും. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചിരിക്കുക, ലീനിയർ ഗ്രേഡിയന്റും റേഡിയൽ ഗ്രേഡിയന്റും. ഓക്കെ, അപ്പോ ഇവിടെ നോക്കാം. അപ്പൊ ഗ്രേഡിയന്റ് നിറം കൊടുക്കുവാനായി എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരു മെനു ബാറിനെ കുറിച്ച് കൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ മെനു ബാറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്, ഒബ്ജക്റ്റ് മെനു. എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒബ്ജക്റ്റ് മെനു. ഈ ഒബ്ജക്റ്റ് മെനുവിലെ എന്ത് ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിൽ നിന്ന് ഫിൽ ടാബിലുള്ള റേഡിയൽ ഗ്രേഡിയന്റ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എന്താണ് ലീനിയർ ഗ്രേഡിയന്റും റേഡിയൽ ഗ്രേഡിയന്റും എന്നുള്ളത്. അപ്പൊ നമുക്ക് ആ ചിത്രം ഒന്ന് എടുക്കാം, ഇൻക്സ്കേപ്പിൽ വരാം. ഞാനിപ്പോ തൽക്കാലത്തേക്ക് ഈ പടം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പിന്നീടൊന്ന് ചെയ്യാം. ഞാൻ ഇതിനെ എന്ത് ചെയ്യുന്നു, ഒന്ന് വലുതാക്കുന്നു. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ റേഡിയലും ലീനിയറും ഒക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഒന്ന് എന്ത് ചെയ്യുക, അതിന്റെ ഷേപ്പൊക്കെ മാറ്റി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. എനിക്ക് ഇതിനകത്ത് രണ്ട് കളറുകളെ മിക്സ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഇത് ഒറ്റ കളറാണ്, സിംഗിൾ കളറേ ഉള്ളൂ. ഓക്കെ, ഓക്കെ, അപ്പോ ഈ പറയുന്ന കളർ
ഓക്കെ, ഗ്രേഡിയന്റ് എന്താണെന്ന് ഒന്നുകൂടെ പറയാം. രണ്ട് കളറുകളെ സമന്വയിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ രണ്ടെന്നല്ല ഒന്നിൽ കൂടുതൽ കളറുകളെ സമന്വയിപ്പിക്കുന്ന ഒരു രീതിയാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിക്സ് ചെയ്യുന്നതാണെന്ന് പറയുന്നത് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ഗ്രേഡിയന്റ് ആണ് നമുക്ക് പഠന ആവശ്യങ്ങൾക്കായിട്ടുള്ളത്. ഒന്ന് ലീനിയർ ഗ്രേഡിയന്റും രണ്ട് റേഡിയൽ ഗ്രേഡിയന്റും. ഓക്കെ, അപ്പൊ പഠിച്ചു വെച്ചിരിക്കുക, രണ്ട് തരത്തിലുള്ള ഗ്രേഡിയന്റ് ഉണ്ട്. ഒന്ന് ലീനിയർ ഗ്രേഡിയന്റും റേഡിയൽ ഗ്രേഡിയന്റും. ഓക്കെ, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ഞാൻ എന്താണ് റേഡിയൽ ഗ്രേഡിയന്റ് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഗ്രേഡിയന്റുകൾ സെലക്ട് ചെയ്യണമെങ്കിൽ, ഓക്കെ ശ്രദ്ധിച്ചു വെക്കുക, ഗ്രേഡിയന്റുകൾ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെ പോകണം? മെനു ബാറിലെ, അതായത് ഒബ്ജക്റ്റിലെ മെനു ഓപ്ഷൻസിലെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഒബ്ജക്റ്റിൽ നിന്നും ഫിൽ ആൻഡ് സ്ട്രോക്ക് തിരഞ്ഞെടുക്കുക. എന്തെടുക്കുക? ഫിൽ ആൻഡ് സ്ട്രോക്ക്. അല്ലെങ്കിൽ ഇതിന്റെ കീബോർഡ് ഷോർട്ട് കട്ട് ആണ് Ctrl+Shift+F. ഓക്കെ, നിങ്ങൾ ആ ഷോർട്ട് കട്ട് പഠിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒബ്ജക്റ്റ് മെനുവിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക? പഠിക്കുക. നമ്മൾ ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഫിൽ ആൻഡ് സ്ട്രോക്ക് എപ്പോഴും ഈ റൈറ്റ് സൈഡിൽ ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒറ്റ തവണ എടുക്കുന്ന പ്രശ്നമേ ഉള്ളൂ. അത് ബാക്കായി കഴിഞ്ഞാൽ ബാക്കി എല്ലാ തവണയും ഈ ഒരു മേഖലയിലായിരിക്കും, വലതു ഭാഗത്ത് തന്നെയായിരിക്കും എപ്പോഴും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇല്ലാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അത് ക്ലോസ് ചെയ്താണ് വന്നത്. നമുക്ക് പഠനാവശ്യത്തിന് വേണ്ടി അത് ക്ലോസ് ചെയ്ത് കളഞ്ഞു. ഇനി നോക്കുക, അപ്പൊ ഫിൽ ആൻഡ് സ്ട്രോക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഒബ്ജക്ട് മെനുവിലേക്ക് വരിക. ഒബ്ജക്ട് മെനുവിൽ നിന്നും ഫിൽ ആൻഡ് സ്ട്രോക്ക് തിരഞ്ഞെടുക്കുക. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ എന്ത് സംഭവിക്കുന്നു നോക്കുക. ഓക്കെ, റൈറ്റ് സൈഡിൽ ഒരു ഓപ്ഷൻ തെരഞ്ഞു വന്നു, അല്ലെങ്കിൽ തെളിഞ്ഞു വരികയാണ് ചെയ്തത്. ഇവിടെ ഫിൽ ആൻഡ് സ്ട്രോക്ക് ഓപ്ഷനിൽ നിന്നും ഗ്രേഡിയന്റ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏതോ ഒരു ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? റേഡിയൽ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ റേഡിയൽ ഗ്രേഡിയന്റ് ഏതാണ് നമുക്ക് നോക്കാം. ഇവിടെ ഒരു 3 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഈ ഫിൽ ആൻഡ് സ്ട്രോക്ക് തന്നെ 3 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്ന് ഫില്ല്, സ്ട്രോക്ക് പെയിന്റ്, അതുപോലെ തന്നെ സ്ട്രോക്ക് സ്റ്റൈല്. ഓക്കെ, ഇത് 3 എന്താണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഫിൽ. ഫിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? നിറങ്ങളെ എന്ത് ചെയ്യുക? നിറയ്ക്കുക, അല്ലെ? അപ്പൊ എങ്ങനെയൊക്കെ നിറയ്ക്കണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഫിൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുന്നത് ഈ കളറുകളെ നിറയ്ക്കുന്നതാണ്. അത് എങ്ങനെയൊക്കെ നിറയ്ക്കണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഫില്ലിനകത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഗ്രേഡിയന്റുകളെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഒരു ഇൻഡു മാർക്ക് ഉണ്ട്. നിങ്ങളുടെ പുസ്തകത്തിൽ ഇവിടെ നോക്കിയാൽ മതി. പുസ്തകത്തിൽ ആ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഒരു ഇൻഡു മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഇൻഡു മാർക്കിന് അറിയപ്പെടുന്നതാണ് നോ പെയിന്റ്. പുസ്തകത്തിൽ തന്നെ അല്ലെങ്കിൽ രേഖപ്പെടുത്തി വെക്കുക. പുസ്തകത്തിൽ തന്നെ അത് കൃത്യമായിട്ട് പെൻസിലിട്ടോ പേനട്ടോ ഒന്ന് രേഖപ്പെടുത്തി വെക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ സിമ്പിൾ വന്നിട്ട് ഇൻഡെക്സ് ഈ സിമ്പിൾ എന്തിനാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് 2018 ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 2018 പബ്ലിക് എക്സാമിനേഷന് ഈ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഈ ഇതെന്ന് പറഞ്ഞാൽ നോ പെയിന്റ് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ നോ പെയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? കളറുകൾ ഒന്നും തന്നെ കൊടുക്കണ്ട, അതിനാണ് എന്ത് കൊടുക്കുന്നത്? നോ പെയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, നമ്മൾ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുകയാണ്. ഈ ഒബ്ജക്റ്റിനെ നോ പെയിന്റ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. എന്ത് സംഭവിച്ചു? ആ ഒബ്ജക്റ്റിന്റെ ബോർഡറുകൾ ഇവിടെ ദൃശ്യമാവുന്നുണ്ട്. എന്ത് കാണുന്നില്ല? ആ ഒബ്ജക്റ്റിനെ കാണുന്നില്ല, ആ നിറം കാണുന്നില്ല. താണല്ലോ, അതാണ് നോ പെയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആ നോ പെയിന്റും പൊട്ടത്തിൽ പോയി. ഇവിടെ ബാക്കി കുറെ കളർ ഉണ്ടായിരുന്ന ഓപ്ഷനൊക്കെ എന്ത് ചെയ്തു? പോവുകയാണ് ചെയ്തത്. ഇനി എനിക്ക് കളർ വരുത്തണമെങ്കിൽ അതിന്റെ തൊട്ടിപ്പുറത്ത് അടുത്ത സിമ്പിളാണ് ഫ്ലാറ്റ് കളർ. ഓക്കെ, എന്താണ് ഫ്ലാറ്റ് കളർ? അതായത് നിറങ്ങളെ എന്ത് ചെയ്യാൻ? ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? ഫ്ലാറ്റ് കളർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്കി ഓപ്ഷൻസ് ഒക്കെ ഇവിടെ വരും. നമുക്ക് ഈ മേഖലയിൽ നിന്ന് തന്നെ നമുക്ക് കളർ മാറ്റുകയും എന്താണ് ചെയ്യാനും സാധിക്കും. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള കളറൊക്കെ എന്ത് ചെയ്യാൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ താഴെ കളർ പാലറ്റിൽ നിന്ന് മാത്രമല്ല കളർ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു ഫിൽ ആൻഡ് സ്ട്രോക്കിൽ നിന്നും കളർ സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ കൂടുതലും ഈ താഴേക്കുള്ള കളർ പാലറ്റ് നോക്കണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് ചൂസ് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിക്സാർട്ടും സ്നാപ്സീഡൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ പറയുന്ന വീൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് കളറുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. കണ്ടല്ലോ, നമുക്ക് ആവശ്യമായിട്ടുള്ള കളറുകളെ എന്ത് ചെയ്യാം? സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോ 2 ഓപ്ഷൻ പിടിച്ചു. ഫിൽ എന്ന് പറയുന്ന ഓപ്ഷനിലെ സബ് ഓപ്ഷൻ ആണ് ഏത്? ഒന്ന് നോ പെയിന്റ്, രണ്ടാമത്തേത് ഫ്ലാറ്റ് കളർ. അപ്പൊ നോ കളർ എന്ന് പറഞ്ഞാൽ നോ പെയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കളറുകളൊന്നും തന്നെ നൽകണ്ട.
ഫ്ലാറ്റ് കളർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിറം കൊടുക്കുവാനുള്ളതാണ്. നമ്മൾ എന്താണോ കൊടുത്തിരിക്കുന്ന കളർ അത് കൃത്യമായിട്ട് യോജിപ്പിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഫ്ലാറ്റ് കളർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഓപ്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, ഞാൻ പറഞ്ഞു രണ്ട് തരത്തിലുള്ള ഗ്രേഡിയന്റ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് പഠനാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള രണ്ട് ഗ്രേഡിയന്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് ലീനിയറും രണ്ട് റേഡിയലും. ഓക്കെ, അപ്പൊ നോക്കുക, മൂന്നാമത്തെ ഓപ്ഷനാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ലീനിയർ ഗ്രേഡിയന്റ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ 10 വയസ്സ് പ്ലസ് ടുവിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ഫിസിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് കേൾക്കുന്ന ഒരുപാട് ഒരു ടൈമാണ് ലീനിയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ഒരു ടൈമാണ് ലീനിയർ എന്ന് പറയുന്നത്. അതായത് തിരശ്ചീനമായിട്ട്, അതായത് നമ്മൾ എന്താണോ ഔട്ട്പുട്ട് കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്? പ്രതിപാദിക്കുന്നത്. അതായത് ഇപ്പൊ ഞാനൊരു ഒരു ഫോഴ്സ് കൊടുക്കുന്നു, ആ ഫോഴ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഞാനൊരു ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചു, ആ ഒബ്ജക്റ്റിന് ഞാനൊരു ബലം കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അത് മൂവ് ചെയ്യുന്നുണ്ട്. കാരണല്ലോ, അതായത് കൊടുക്കുന്ന അനുസരിച്ചുള്ള ഒരു ഫോഴ്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്? അതൊക്കെ അപ്ലൈ ആവുന്നുണ്ട്. അതൊരു ലീനിയർ ആയിട്ടാണ് ആ ഫോഴ്സ് അപ്ലൈ ആവുന്നത്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ലീനിയർ എന്നാണ് നമുക്ക് നോക്കാം. ജസ്റ്റ് കൃത്യമായിട്ട് നോക്കിയിരിക്കണം. ഓക്കെ, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ലീനിയറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ലീനിയറിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഈ രണ്ട് സൈഡിലും കളർ മാറിയത് കണ്ടു നിങ്ങൾ. ഓക്കെ, അപ്പൊ ഈ കളർ മാറിയത് എന്തായിരിക്കും? രണ്ട് കളറുകളെ സമന്വയിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ലീനിയർ ഗ്രേഡിയന്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാ? ലീനിയർ ഗ്രേഡിയന്റ് വന്നോ നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്കൊരു കളർ കൊടുക്കാം, നമുക്ക് സെപ്പറേറ്റ് വേറെ കളർ കൊടുക്കണമെങ്കിലും കൊടുക്കാം. അപ്പൊ അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ മൗസിന്റെ ബട്ടൺ ഈ സെന്ററിൽ കൊണ്ടുവരിക. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൗസിന്റെ ബട്ടൺ എന്ത് ചെയ്യുക? സെന്ററിലേക്ക് കൊണ്ടുവരിക. സെന്ററിലേക്ക് കൊണ്ടുവന്നിട്ട് ഡബിൾ ക്ലിക്ക് കൊടുക്കുക. ഡബിൾ ക്ലിക്ക് കൊടുക്കുക. ഡബിൾ ക്ലിക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു രണ്ട് പോയിന്റുകൾ അവൈലബിൾ ആണ്. ഓക്കെ, രണ്ട് കളറുകൾ കൊടുക്കാനുള്ള പോയിന്റ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ചുവപ്പാണ് എങ്കിൽ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് വെള്ളയാണ്, അതായത് വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ എന്ത് ചെയ്യാം? ജസ്റ്റ് മാറ്റി കൊടുക്കാം. ഞാനിപ്പോ ഈ ചുവപ്പിന്റെ സ്ഥാനത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു കറുപ്പ് നിറമാണ് കൊടുക്കാൻ പോകുന്നു. ഓക്കെ, കറുപ്പ് നിറം കൊടുത്തു. ഇനി ഈ ഇപ്പുറത്തെ വെള്ള ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്തതിന് ശേഷം, സെലക്ട് ആകുമ്പോൾ അത് ലോക്ക് ആയിട്ടുള്ള ഒരു നീല നിറം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതിന്റെ കളർ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു പച്ച കൊടുത്തു വെക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ത്രിമാന രൂപത്തിലുള്ള ഒരു ഭീതി, അല്ലെങ്കിൽ ഭീതിയല്ല, ഒരു ഫീലിംഗ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വേറെ കളറൊക്കെ അവിടെ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. യെല്ലോ കളർ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇങ്ങനെ, അതായത് സൂര്യന്റെ അല്ലെങ്കിൽ ഗ്രഹങ്ങളിലേക്ക് സൂര്യന്റെ വെളിച്ചം തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു എഫക്ട്, നമ്മുടെ ഭൂമിയിലേക്ക് സൂര്യപ്രകാശം എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കാണെങ്കിൽ ഇതുവരെ നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് ലീനിയർ ഗ്രേഡിയന്റ്. ലീനിയർ ഗ്രേഡിയന്റ് ഉപയോഗം എന്താണ്? രണ്ട് കളറുകളെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരേ സമയം സമന്വയിപ്പിച്ച് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ലീനിയർ ഗ്രേഡിയന്റ് ആകുമ്പോൾ രണ്ട് പോയിന്റുകളെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, ഇനി എനിക്ക് വേറെ പോയിന്റിൽ നിന്നിട്ട് എന്ത് ചെയ്യാം? ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതിന് ഞാൻ ഡബിൾ ക്ലിക്ക് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ തൽക്കാലം നമ്മൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി എന്താണ് റേഡിയൽ എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഫിൽ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കുന്നത്. ഇനി റേഡിയൽ ഗ്രേഡിയന്റ് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അടുത്ത ഓപ്ഷനാണ് റേഡിയൽ ഗ്രേഡിയന്റ്. ഓക്കെ, റേഡിയൽ ഗ്രേഡിയന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. റേഡിയൽ ഗ്രേഡിയന്റ് ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ 3 പോയിന്റ് അവൈലബിൾ ആണ്. ശ്രദ്ധിച്ചു നോക്കണം, 3 പോയിന്റ് അവൈലബിൾ ആണ്. അതില് മേൽഭാഗം എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഒരു കളർ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ റേഡിയൽ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ 2 കൂടുതൽ കളറുകളെ നമുക്ക് എന്ത് ചെയ്യാം? മിക്സ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഞാൻ മുകളിൽ ഭാഗത്ത് എന്ത് ചെയ്യുന്നു? ഒരു റെഡ് കളർ കൊടുക്കുന്നു. അപ്പൊ സെന്റർ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ ഒരു ബ്ലാക്ക് ആണ് കാണുന്നത്. ആ ബ്ലാക്ക് നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ മാറ്റാം. നമുക്ക് സെന്ററിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ വൈറ്റ് കൊടുക്കാം. ഓക്കെ, വൈറ്റ് കൊടുത്തു. ഇനി ഈ പോയിന്റ് ഏറ്റവും റൈറ്റ് സൈഡിലുള്ള പോയിന്റ് എന്ന് പറയുന്നത് അവിടെയും വേറെ കളർ നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഈ പോയിന്റും തമ്മിൽ വളരെ വ്യത്യാസമൊന്നുമില്ല. എന്ത് ചെയ്യുക? രണ്ടും കൊടുക്കുന്നത് ഒരേ ടൈമിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ലീനിയറും റേഡിയൽ ഗ്രേഡിയന്റും. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഒബ്ജക്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോ ഫിൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ 4 ഓപ്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് നോ പെയിന്റ്, ഫ്ലാറ്റ് കളർ, ലീനിയർ ഗ്രേഡിയന്റ്, റേഡിയൽ ഗ്രേഡിയന്റ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എങ്ങനെയായിരിക്കും? റേഡിയൽ ഗ്രേഡിയന്റും ലീനിയർ ഗ്രേഡിയന്റും ഫിൽ ആൻഡ് സ്ട്രോക്കില് ഏത് ഓപ്ഷനിൽ നിന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഏത് ഓപ്ഷൻ എന്ന് പറയണം? ഫിൽ ഓപ്ഷനിൽ നിന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഇത് കാണാൻ പറ്റാത്തവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക?
മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഫിൽ ആൻഡ് സ്ട്രോക്കിൽ അല്ലെങ്കിൽ ഫില്ലിൽ വരിക, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്താണ്? മെഷ് ഗ്രേഡിയന്റ്, അതുപോലെ തന്നെ പാറ്റേൺ, അതുപോലെ തന്നെ സ്വാച്ച്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് തൽക്കാലം അത് ആവശ്യമില്ല. ഓക്കെ, അപ്പോ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുക, ഫിൽ കളർ എടുക്കുക. ഓക്കെ, ഞാൻ ഈ ഒരു കളർ കൊടുത്തു. ഇനി എന്താണ് സ്ട്രോക്ക് പെയിന്റ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അറിയാം, ഇപ്പം സ്ട്രോക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ വരയ്ക്കുന്ന ഒബ്ജക്റ്റിന്റെ മുകളിൽ കൂടെ ഒരു ഷെയ്ഡ് വരുത്തുന്നതാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാനിപ്പം ഇതിനൊരു യെല്ലോ കളറാണ് കൊടുക്കുന്നത്. ഈ ഒബ്ജക്റ്റിന് ഒരു യെല്ലോ കളർ കൊടുത്തു. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ യെല്ലോ കളറിന് എനിക്കൊരു കറുത്ത ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കറുത്തൊരു വലയം സൃഷ്ടിക്കണം. അങ്ങനെയാണ് എങ്കിലാണ് നമ്മളിവിടെ രണ്ടാമത്തെ ഫിൽ ആൻഡ് സ്ട്രോക്കിലെ രണ്ടാമത്തെ ഓപ്ഷനായ എന്താണ് സ്ട്രോക്ക് പെയിന്റ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ സ്ട്രോക്ക് പെയിന്റ് തിരഞ്ഞെടുക്കാം. സ്ട്രോക്ക് പെയിന്റ് തിരഞ്ഞെടുത്തതിന് ശേഷം എന്ത് കൊടുക്കുക, ഫ്ലാറ്റ് കളർ കൊടുക്കുക. ഈ ഫ്ലാറ്റ് കളർ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ കൊടുക്കാനാണ് പറയുന്നത്. ഇപ്പൊ സെലക്ട് ആയി ആവശ്യമായിട്ടുള്ള, നിങ്ങൾക്ക് ഇപ്പോൾ നോർമലി ഇവിടെ നോക്കുമ്പോൾ ഒരു കറുത്തൊരു ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അളവ് ചെറുതാണ്, അതായത് അതിന്റെ സൈസ് ചെറുതാണ്. അതിന് എന്ത് ചെയ്യാം, നമുക്ക് സൈസ് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് സ്ട്രോക്ക് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ്. ഈ സ്ട്രോക്ക് സ്റ്റൈലില് 0.500 എന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ അത് മാറ്റി ഞാനിവിടെ ഒരു 5.00 എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. എന്നിട്ട് എന്റർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കുക. ഓക്കെ, അതായത് ഇതിന് ചുറ്റാകെ എന്ത് സംഭവിച്ചു, ഒരു കറുത്ത വലയം സൃഷ്ടിച്ചു. അതാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ആ സ്ട്രോക്കിന് ആവശ്യമായിട്ടുള്ള അളവുകൾ കൊടുക്കുന്നതാണ് സ്ട്രോക്ക് സ്റ്റൈൽ. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ പറയുന്ന സ്ട്രോക്ക് പെയിന്റ് എനിക്ക് വേണമെങ്കിൽ ഇനി മാറ്റാം, ആവശ്യമുള്ളവർക്ക് മാറ്റാം. ഇപ്പൊ എനിക്ക് ചുവപ്പാക്കാം, പച്ചയാക്കാം, നീലയാക്കാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഇവിടെ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അതായത് കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. എനിക്ക് ആ സ്ട്രോക്കിനെ തന്നെ അവയുടെ സൈസ് വർദ്ധിപ്പിക്കണമെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. 10.500 ഞാൻ കൊടുത്തു, എൻ്റർ കൊടുത്തു. അപ്പോൾ ആ ഒരു സൈസ് ഇൻക്രീസ് ചെയ്യുന്നത് നിങ്ങളിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി അതിലും കൂടുതൽ നിങ്ങൾ കാണണമെങ്കിൽ 50.00 എന്ന് കൊടുത്തു. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഈ സ്ട്രോക്കിന് എന്താണ് മാറ്റമൊന്നും വരാതെ നമുക്ക് അകത്തുള്ള കളറിനെ ഡിസേബിൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം, ഈ ഫ്ലാറ്റ് കളറിലേക്ക് അവിടെ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതാണ് ഗ്രേഡിയന്റ്, അതായത് ഫിൽ ആൻഡ് സ്ട്രോക്കിലെ ഉപയോഗങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, ഫിൽ ആൻഡ് സ്ട്രോക്കിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല. ഒബ്ജക്റ്റുകളൊക്കെ വരയ്ക്കുന്ന സമയത്ത് അവയുടെ കണ്ടന്റുകൾ വ്യത്യാസം വരുത്താനും അതിന്റെ എഡ്ജസ് ചേഞ്ച് ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഈ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ സ്ട്രോക്ക് പെയിന്റ് ഫില്ല് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. എനിക്ക് ഇപ്പൊ ഫില്ലിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ള എന്താണ് കളറിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മാറ്റുന്നത്. കണ്ടല്ലോ. ഓക്കെ, എനിക്ക് ഈ പറയുന്ന അകത്തെ കറുത്ത കളർ എന്ത് ചെയ്യണം, ഡിസേബിൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ഫ്ലാറ്റ് കളറിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്ത് സംഭവിച്ചു, ഇന്നർ പോർഷനിലെ എന്ത് ചെയ്തു, കളറുകളെ ഡിസേബിൾ ആക്കി കളഞ്ഞു. ഓക്കെ, ഇതെന്ന് പറഞ്ഞൊരു ട്രാൻസ്പെറന്റ് ഇമേജ് ആണ്. ശ്രദ്ധിച്ചോ, എന്താണ് ട്രാൻസ്പെറന്റ് ഇമേജ്? ഈ ഉള്ളിൽ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന ഇതിന്റെ കളർ ഉണ്ടെന്നാണ്, പക്ഷെ ആ കളർ എന്ത് ചെയ്തു, ഡിസേബിൾ ആയി. ഓക്കെ, ജസ്റ്റ് നോക്കുക, ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടല്ലോ, ഇതൊരു ട്രാൻസ്പെറന്റ് ഇമേജ് ആണ്. ഓക്കെ, ഇനി അത് ഫില്ല് ചെയ്യുകയാണ് എങ്കിൽ എന്ത് സംഭവിക്കുന്നു നോക്കുക. ഫില്ല് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അത് അതിനകത്തൊരു കളർ വന്നിട്ടുണ്ട്. ഇനി ഈ കളറിനെ നമുക്ക് ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഫ്ലാറ്റ് കളർ കൊടുക്കുന്നത്. ഫ്ലാറ്റ് കളർ കൊടുക്കുന്ന സമയത്ത് ആ ഒരു കളറിനെ ഡിസേബിൾ ആയി നമുക്ക് ട്രാൻസ്പെറന്റ് ഇമേജ് ആയിട്ട് കാണാൻ സാധിക്കുന്നു. കണ്ടല്ലോ, അപ്പൊ ഇതാണ് ഇവയുടെ ഉപയോഗങ്ങൾ. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ പഴയ രീതിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ എന്താണ്, ഫ്ലാറ്റ് കളർ കൊടുക്കുക. ഫ്ലാറ്റ് കളർ കൊടുത്തിട്ട് സ്ട്രോക്ക് പെയിന്റ് അല്ലെങ്കിൽ സ്ട്രോക്ക് സ്റ്റൈൽ മാറ്റി 0.00 എന്ന് കൊടുത്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ സ്ട്രോക്കുകൾ ഡിസേബിൾ ആവും. ഓക്കെ, അപ്പൊ ഈ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി പുസ്തകത്തിൽ എഴുതുക. അപ്പൊ എന്താണ്, ഗ്രേഡിയന്റ് നിറം നൽകാനായി ഒബ്ജക്ട് മെനുവിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിലെ ഫിൽ ടാബിലുള്ള റേഡിയൽ ഗ്രേഡിയന്റ് തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പൊ റേഡിയൽ ഗ്രേഡിയന്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഒന്നിൽ കൂടുതൽ ഇമേജുകൾ എന്താണ് അല്ലെങ്കിൽ നിറങ്ങൾ സമന്വയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന റേഡിയൽ ഗ്രേഡിയന്റ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ലീനിയർ ആണെങ്കിലോ 2 കളറുകളെ മാത്രമേ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ,
ഫിക്സ് ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി നിറങ്ങളിലും നിഴലും വെളിച്ചവും ചേർത്ത് ഭംഗിയാക്കേണ്ടതുണ്ട്. ഇതിനായി ടൂൾ ബോക്സിലെ ഗ്രേഡിയന്റ് ടൂൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഇപ്പൊ പറഞ്ഞത്. ഈ ഗ്രേഡിയന്റ്, സ്ട്രോക്ക് പെയിന്റ്, സ്ട്രോക്ക് സ്റ്റൈല്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ക്സ്കേപ്പിൽ വരയ്ക്കുന്ന ഒബ്ജക്റ്റുകൾക്ക് നിറം നൽകുവാനും നിറം ഒഴിവാക്കുവാനും ജാലകത്തിലെ സംവിധാനങ്ങളെ ഉപയോഗിക്കാം. അതായത് ഈ പറഞ്ഞ ഫിൽ ആൻഡ് സ്ട്രോക്ക് സംവിധാനങ്ങളെ ഉപയോഗിക്കാം. നിറം ഒഴിവാക്കുവാനും നിറം നൽകിയാൽ ലീനിയർ ഗ്രേഡിയന്റ്, റേഡിയൽ ഗ്രേഡിയന്റ്, ഒപ്പാസിറ്റി, ബ്ലർ. ഓക്കെ, അപ്പൊ നിങ്ങൾ കേൾക്കുന്ന രണ്ട് പുതിയ ടൈമാണ് ഒപ്പാസിറ്റിയും ബ്ലറും. അപ്പൊ എന്താണ് ഒപ്പാസിറ്റി? ബ്ലർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണ്, ഞാൻ കൂടുതൽ പറയുന്നില്ല. മൊബൈൽ ഫോണിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്താണ് ഫോട്ടോ എടുക്കുന്നത്. തന്നെ ചില സമയങ്ങളിൽ നമ്മൾ ഫോക്കസ് ആവാതാകുമ്പോഴത്തേക്കും ആ ചിത്രത്തിന് ഒരു അവ്യക്തത ഉണ്ടാവും, അതായത് വ്യക്തത ഇല്ലായ്മ ഉണ്ടാവും. തന്നെയല്ലോ, ആ വ്യക്തത ഇല്ലാവുന്നതാണ് നമ്മൾ ബ്ലർ എന്ന് പറയുന്നത്. അതായത് ബാക്ക്ഗ്രൗണ്ട് ഒരു പുക പോലെ എന്ത് ചെയ്യും, എഫക്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ പുതിയ മൊബൈൽ ഫോണുകളിലൊക്കെ ഒരു എഫക്റ്റ് ആണ് ബൊക്കെ എഫക്ട്, ഇല്ലേ? അതായത് പോർട്രേറ്റ് മോഡ് എന്നൊക്കെ പറയും. ആ പോർട്രേറ്റ് മോഡൊക്കെ അതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് കൊടുക്കുന്നത്, ബ്ലർ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന, എഴുതി വെച്ചോണം, ഒപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റുകൾക്ക് നൽകുന്ന നിറങ്ങളുടെ എന്താണ് ഡെപ്ത് കുറയ്ക്കുവാൻ. ഡെപ്ത് എന്ന് പറഞ്ഞാൽ ആഴം, അതായത് അവയുടെ നിറം കുറയ്ക്കുവാനും കൂട്ടുവാനുമാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഒപ്പാസിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഒപ്പാസിറ്റി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് പറയണം, നമ്മൾ തയ്യാറാക്കുന്ന ഒബ്ജക്റ്റുകളുടെ നിറങ്ങളുടെ ആഴം അല്ലെങ്കിൽ അവയുടെ എന്താണ് നിറം കൂട്ടുവാനും കുറയ്ക്കുവാനും ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് എന്തെന്ന് പറയുന്നത്, ഒപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, അവ്യക്തമാക്കുവാൻ വേണ്ടിയിട്ടാണ് ബ്ലർ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും ബുക്കിൽ ഒന്ന് രേഖപ്പെടുത്തിയിരിക്കുക. പുസ്തകത്തിലുണ്ടത്, എന്നാൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിലുണ്ട്. സ്ട്രോക്ക് പെയിന്റ് ടാബിലെ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി ഒബ്ജക്റ്റുകൾക്ക് നിരവധി എന്താണ് അടയാളപ്പെടുത്തി സ്ട്രോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം. ഈ ഒരു പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ എടുക്കുക. ഞാൻ ഈ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞ പോലെ ദീർഘവൃത്താകൃതിയിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ചെയ്തതിനു ശേഷം ഞാൻ ഈ ചിത്രത്തെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഇതൊന്ന് സൂം ആകാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കാണാൻ സാധിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഒരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിന് നമുക്ക് എന്ത് കളർ കൊടുക്കണം, ഈ ബ്രൗൺ കളർ കൊടുക്കണം. ഈ ബ്രൗൺ കളർ കൊടുക്കണമെങ്കിൽ നമ്മൾ ഇവിടെ താഴെ തന്നെ ഉണ്ട്, ആ ബ്രൗൺ കളറിന്റെ ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ വന്നിട്ട് കൊടുത്താലും മതി. നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ ഇവിടെ എന്ത് ചെയ്യാം, കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ആ കളർ സെയിം ആയിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞു. കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും. ഓക്കെ, ഈ പറയുന്ന ഫിൽ ആൻഡ് സ്ട്രോക്കിലേക്ക് വന്നു കഴിഞ്ഞ് നമ്മൾ കളർ അപ്ലൈ ചെയ്തു. ഇനി കളർ അപ്ലൈ ചെയ്തതിനു ശേഷം ഇവിടെ ഒരു ഗ്രേഡിയന്റ് അപ്ലൈ ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, അത് എന്ത് ഗ്രേഡിയന്റ് ആണെന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോഴേ അറിയാൻ പറ്റും. നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് റേഡിയൽ ഗ്രേഡിയന്റ് ആണ്. ഓക്കെ, അതെങ്ങനെ കൊടുക്കുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യുക, ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം ഫിൽ ആൻഡ് സ്ട്രോക്കിലേക്ക് വരിക. ഫിൽ ആൻഡ് സ്ട്രോക്കിൽ വന്ന് എന്ത് ഗ്രേഡിയന്റ് സെലക്ട് ചെയ്യുക, റേഡിയൽ ഗ്രേഡിയന്റ് സെലക്ട് ചെയ്യുക. റേഡിയൽ ഗ്രേഡിയന്റ് സെലക്ട് ചെയ്തപ്പോ ആ ചിത്രം എന്ത് ചെയ്തു, അവ്യക്തമായി. തന്നെ അവ്യക്തമായോ, അവ്യക്തമായി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ നേരെ എന്ത് ചെയ്യുക, മൗസ് പോയിന്റ് കൊണ്ടുവരിക. മൗസ് പോയിന്റ് കൊണ്ടുവന്ന് ഡബിൾ ക്ലിക്ക് കൊടുക്കുക. എന്ത് കൊടുക്കുക, ഡബിൾ ക്ലിക്ക് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും ടോപ്പിൽ, അതായത് നമുക്ക് ഈ ഭാഗങ്ങളിൽ, ഈ രണ്ട് ഭാഗങ്ങളിലും നമുക്ക് എന്താണ് ബ്രൗൺ കളർ വരണം. അപ്പൊ ആ ബ്രൗൺ കളർ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഏറ്റവും ടോപ്പിലുള്ള പോർഷനിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം എന്ത് കൊടുക്കുക, ഈ ബ്രൗൺ കളർ കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെന്ററിൽ വൈറ്റ് കളർ ആണ് വരുന്നത്, അല്ലേ? അപ്പൊ സെന്ററിൽ വൈറ്റ് കളർ ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സെന്റർ പോർഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് കൊടുക്കുക, വൈറ്റ് കളർ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമുക്ക് ആ ഒരു രീതി വന്നു. പക്ഷേ ഇതെന്താണ് ചെയ്തിരിക്കുന്നത്, ഇതിപ്പോ നേരെയാണ് ഇരിക്കുന്നത്, അല്ലെ? നല്ല നീളത്തിനാണ് ഇരിക്കുന്നത്. ഇതെന്ത് ചെയ്യണം, കുറച്ചും കൂടെ ലംബമായിട്ട് വരണം, അല്ലേ? അപ്പോ
ഇവ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ഗ്രേഡിയന്റ് പിടിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യാം, ഇങ്ങനെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇതിനെ കൂട്ടും തോറും കുറയ്ക്കും തോറും അവയുടെ ഡെപ്ത് കൂടുന്നതായിട്ടും കുറയുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യും, ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, എന്ത് ചെയ്തു, ഇങ്ങനെ നീട്ടി ആവശ്യമായിട്ടുള്ളൊരു കളർ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി ഇതിനെ കുറച്ച് അതിന്റെ ബ്ലറൊക്കെ നമുക്ക് അതിന്റെ ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഒപ്പാസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ നിറം കുറയുന്നതും കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ബ്ലർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. ബ്ലർ കൊടുത്തപ്പോൾ അത് അവ്യക്തമായി, കണ്ടല്ലോ. അപ്പൊ ഞാനിവിടെ ബ്ലർ കൂട്ടാൻ കുറയ്ക്കാൻ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു നോക്കാം. കണ്ടല്ലോ, ബ്ലർ കൊടുക്കുന്ന തോറും കൂട്ടും തോറും എന്ത് സംഭവിക്കുന്നു, അവന്റെ വ്യക്തത അല്ലാതെ സംഭവിക്കുന്നു അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ചിത്രം ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അതായത് ഗ്രേഡിയന്റ് സെലക്ട് ചെയ്തു, ഗ്രേഡിയന്റ് ഇല്ല, സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്തു, എയും ബിയും നമ്മൾ ചെയ്തു തന്നല്ലോ. ഇനി അടുത്ത പോർഷൻ എന്ന് പറയുന്നത് സി ആണ്. സി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ നോക്കുക, ഇവിടെ ഒരു സർക്കിളും കൂടി സെപ്പറേറ്റ് വരുന്നുണ്ട് ഇല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സർക്കിൾ ക്രിയേറ്റ് ചെയ്യേണ്ട, എന്ത് ചെയ്യുക, നമ്മൾ ഈ നിലവിലുള്ള ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അതിനെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ശ്രദ്ധിച്ച് ചെയ്യണം. ഒബ്ജക്റ്റിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് പറയുന്നത്. ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് എഴുതി വെക്കുക, ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത്, ഓക്കെ, ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ Ctrl+D. അപ്പൊ രണ്ട് മെത്തേഡാണ്, Ctrl+D. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എഡിറ്റ് മെനുവിലേക്ക് വരിക. എഡിറ്റ് മെനുവിൽ നിന്നും എന്ത് കൊടുക്കുക, ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ എളുപ്പമായിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. Ctrl+D ആണ് എളുപ്പമെങ്കിൽ ആ Ctrl+D കൊടുക്കുക. അല്ല, അപ്പൊ നിങ്ങൾക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് എങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു. ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു നോക്കാം. അതേ ഒബ്ജക്റ്റ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുണ്ട്. നോക്കാം, നമുക്ക് താഴോട്ട് മാറ്റി നോക്കാം എന്ത് സംഭവിച്ചു. കണ്ടല്ലോ, അതിന്റെ അതേ പകർപ്പാണ് അവിടെ ക്രിയേറ്റ് ആയത്. ഇനി ആ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുക, മാറ്റം വരുത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ സി എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ ഈ ഭാഗത്ത് ചുവപ്പായിരുന്നു എങ്കിൽ ഇപ്പൊ ഈ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ഒബ്ജക്റ്റിന്റെ ഇവിടെ എന്ത് വരണം, വൈറ്റ് പോർഷൻ വരണം. അപ്പൊ അതിന് എന്ത് ചെയ്യുക, ഈ പറയുന്ന ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഏത് ഗ്രേഡിയന്റ് സെലക്ട് ചെയ്യുക, റേഡിയൽ ഗ്രേഡിയന്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഡബിൾ ക്ലിക്ക് ഒന്നുകൂടി കൊടുക്കുക. കാര്യം ഓൾറെഡി ഒരു ഗ്രേഡിയന്റ് അതിനകത്ത് അപ്ലൈ ആയിരിക്കുകയാണ്. അതിനെന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, മാറ്റുക. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, വലുതാക്കി. ഓക്കെ, എന്നിട്ട് കളർ മാറ്റാൻ പോവുകയാണ്. കളർ എന്ത് ചെയ്യുക, ഏറ്റവും ടോപ്പിലായിട്ട് വരുന്നത് വൈറ്റ് ആണ്. അപ്പോൾ വൈറ്റിൽ എന്ത് ചെയ്യുക, ടോപ്പിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കളർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്ത് ചെയ്യുക, വൈറ്റ് കൊടുക്കുക. വൈറ്റ് കൊടുത്തു. വൈറ്റ് കൊടുത്തിട്ട് ഏറ്റവും സെന്റർ ആയിട്ട് ഏത് കളർ വരണം, നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇവിടെ സെന്റർ ആയിട്ട് വരുന്നത് ഏതാണ്, ചുവപ്പാണ്. ഓക്കെ, അപ്പൊ ആ ചുവപ്പ് എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിന്റെ ഡെപ്ത് കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ സെലക്ട് ടൂൾ സെലക്ട് ചെയ്യുക. സെലക്ട് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെറുതാക്കുക. ഒബ്ജക്റ്റുകളെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെറുതാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം സി ഓപ്ഷൻ വരെ ആയി. ഓക്കെ, ഇനി എന്താണ് ഡിയിൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഡിയിൽ എന്താണ് ചെയ്യുന്നത്, ഇപ്പം എയും ബിയും ഇവിടെ അവൈലബിൾ ആയി, ഈ സിയും ആയി. ഓക്കെ, എയും ബിയും എന്ന് പറയുന്നത് ഗ്രേഡിയന്റ്. ഓക്കെ, സി എന്ന് പറയുന്ന രണ്ടാമതൊരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് എന്ത് ചെയ്തു, ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്തത്. അതേ കാര്യം ഇവിടെ നമ്മൾ ചെയ്തു, കണ്ടല്ലോ. ഇനി ബി എന്ന് പറയുന്നത് 1, 2, 3, അതായത് ഒരു ഗ്രേഡിയന്റും കൂടി അവിടെ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഞാൻ ചെയ്യുന്നത് നോക്കി വേണം ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തിട്ട് അതിന് എന്ത് കളർ കൊടുക്കുക, ഒരു ഫുൾ കളർ അപ്ലൈ ചെയ്യുക. കാര്യം അതിനകത്ത് ഒരു ബോർഡർ വരുന്നുണ്ട്. ആ ഒരു ബോർഡർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കളർ തന്നെ അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതാക്കുന്നതിനെ
ജസ്റ്റ് ഒന്ന് ചെറുതാക്കി. എന്നിട്ട് ഇതിനെല്ലാം ഞാനൊന്ന് അലൈൻ ചെയ്യണം. ഓക്കെ, അലൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാത്തിനും കറക്റ്റ് ഒന്ന് സെന്റർ ആക്കി വെക്കാൻ വേണ്ടി. ഇപ്പൊ ഇത് കറക്റ്റ് സെന്റർ അല്ല, അതിനും അലൈൻമെന്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിനും നമ്മൾ എവിടെ പോവുക, ഒബ്ജക്റ്റ് മെനുവിലേക്ക് പോവുക. ഒബ്ജക്റ്റ് മെനുവിൽ നിന്നും അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഇതൊന്നും പുസ്തകത്തിലില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. കറക്റ്റ് സെന്റർ ആക്കുക. ഓക്കെ, കറക്റ്റ് സെന്റർ ആയി. ഇനി ഒന്നുകൂടി എന്ത് ചെയ്യുക, ഈ ഒബ്ജക്റ്റിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അതായത് ഇതിനകത്ത് എന്താണ്, ഈ ഒരു ബോർഡറാണ് ഞാൻ ഇപ്പോൾ വരച്ചത്. ഓക്കെ, ഇനി ഇതിനകത്ത് എന്ത് ചെയ്യണം, ഈ ഒരു വൈറ്റ് കളർ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് അത് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റിനെ തന്നെ എന്ത് ചെയ്യുക, ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് താഴോട്ട് മാറ്റുക. എന്നിട്ട് ഈ രണ്ട് ഒബ്ജക്റ്റ്, ഈ ഇത്രയും ഒബ്ജക്റ്റുകൾ എന്ത് ചെയ്യുക, കറക്റ്റ് സെന്റർ ആക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റുന്നു. എളുപ്പത്തിന് നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. ഷിഫ്റ്റ് ഉപയോഗിച്ച് ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് കറക്റ്റ് സെന്റർ ആക്കി വയ്ക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഓക്കെ, ഇത് സെലക്ട് ചെയ്യുക. എല്ലാ എലമെന്റും കൃത്യമാക്കി വെക്കുക. എന്നിട്ട് ഈ ഒരു ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുക, അതിന്റെ സെന്ററിലേക്ക് കൊണ്ടുവരിക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിന്റെ ഉപയോഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ, എന്നിട്ട് ഇതിനെ എല്ലാം ഒന്നുകൂടി സെലക്ട് ചെയ്യുക, സെന്റർ അലൈൻമെന്റ് കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അത് ക്രിയേറ്റ് ചെയ്ത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ അളവിനനുസരിച്ചൊക്കെ മാറ്റണമെങ്കിൽ എല്ലാം മാറ്റിയൊക്കെ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഇത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സി ഡി വരെ ആയി. ഇനി ഡിക്ക് നോക്കിയാൽ ഈ കപ്പും അല്ലെങ്കിൽ സോസറാണ്. ഈ സോസറിന്റെ അടിയിൽ എന്ത് ചെയ്യണം, ഒരു ബേസ് വേണം. അത് ഇരിക്കുവാനുള്ള ഒരു ബേസ് തയ്യാറാക്കണം. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി. ഈ ഒബ്ജക്റ്റിനെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തിട്ട് താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ട് കളർ അപ്ലൈ ചെയ്യുക. ഫ്ലാറ്റ് കളർ തന്നെ കൊടുത്തു. ഇനി നോക്കിയേ, ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഏറ്റവും അടിഭാഗത്തായിട്ടാണ് വരുന്നത് ഈ ഒരു താഴത്തെ പോർഷൻ വരുന്നത് തന്നല്ലോ. പക്ഷെ ഈ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഏറ്റവും മുകളിലാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ പോകുന്ന ഒരു ഓപ്ഷനാണ് റൈസ് ലോവർ ടു ബോട്ടം, റൈസ് ടു ടോപ്പ്. ഓക്കെ, അത് ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒബ്ജക്റ്റ് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കൂടെ പറഞ്ഞുതരാം. ഞാൻ തൽക്കാലം ഇതിന് ഇങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഞാനിവിടെ ഒരു 4 സർക്കിൾ വരയ്ക്കാൻ പോകണം. എന്ത് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഞാൻ ഇതിനെ Ctrl+D കൊടുത്തു. Ctrl+D, Ctrl+D, Ctrl+D. ഓക്കെ, 4 കൺട്രോൾ കൊടുത്തു. Ctrl+D കൊടുത്തു. 1, 2, 3, 4. ഓക്കെ, ഞാനിവിടെ ഓരോന്നിനും ഓരോ കളർ കൊടുക്കാൻ പോകും. നോക്കിയോ, ഓരോന്നിനും ഓരോ നിറം കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ നോക്കി നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. ഞാൻ തൽക്കാലം ഇവിടെ ഇതിനെ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കിത് ഈ 4 ഒബ്ജക്റ്റുകൾ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഇനി എന്താണ് നമ്മൾ ഈ പറയുന്ന ഒബ്ജക്റ്റുകളെ ഓരോന്നിന് മുകളിൽ ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിന് എങ്ങനെ ഓരോന്നിന് മുകളിലായിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ, ഇവിടെ നോക്കുക. ഇവിടെ ഒരു ചുവന്ന വൃത്തമുണ്ട്. ഉബുണ്ടുവിൽ ചെയ്യുന്ന വീഡിയോ ഞാൻ അയച്ചുതരാം. ഇങ്ങനെ അയച്ചുതരാം. ഞാൻ അത് വിട്ടുപോയതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ കയറിയിട്ട് ഉടനടക്കുള്ള കുട്ടികളാണ് പറയുന്നത്. അതായത് അഭിനവ് എസ് ബി യൂട്യൂബിൽ കയറിയിട്ട് ഹൗ ടു ഇൻസ്റ്റാൾ ഇൻക്സ്കേപ്പ് ഇൻ ഉബുണ്ടു എന്ന് കൊടുത്താൽ മതി. ഇപ്പൊ യൂസ് ചെയ്യുന്ന ഉബുണ്ടുവിന്റെ വെർഷൻ എനിക്ക് അറിയത്തില്ല. കാരണം അതിനകത്ത് ഉബുണ്ടു സോഫ്റ്റ്വെയർ സെന്റർ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷനിൽ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ സോഫ്റ്റ്വെയർ സെന്റർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ സോഫ്റ്റ്വെയർ സെന്ററിൽ കയറി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്ത് ചെയ്യാം, പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് എടുക്കുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് എടുക്കാൻ പറ്റും. ജസ്റ്റ് ഇതിനകത്ത് കയറുക. ഇതിനകത്ത് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ സെർച്ചിന്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിന് കുറച്ച് മെത്തേഡ് ഉണ്ട്. അത് അപ്ഡേറ്റ് ഒക്കെ ചെയ്യണം. അത് ജസ്റ്റ് യൂട്യൂബിൽ നോക്കി ഞാൻ വീഡിയോ അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പൊ തൽക്കാലത്തേക്ക് പറഞ്ഞതാണ്. ഓക്കെ, അഭിനവിന്റെ അടുത്താണ് പറഞ്ഞത് ഇവിടെ നടക്കില്ല. ഓക്കെ, അപ്പോ ഈ ചിത്രങ്ങളെ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒബ്ജക്റ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്ത്
Ctrl+C എന്നിട്ട് പുതിയൊരു ഫയൽ എടുക്കുകയാണേ. Ctrl+Shift+D കൊടുത്ത് പേജ് ബോർഡറിനെ ഒഴിവാക്കി. ഓക്കെ, എന്നിട്ട് ഞാൻ Ctrl+V കൊടുത്തു. കൊണ്ടുവന്ന ഒബ്ജക്റ്റിനെ ഇവിടെ വെച്ചു. ഓക്കെ, ഞാൻ ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. Ctrl+V കൊടുത്തു, ഇതിന് മുകളിൽ വെച്ചു. ഓക്കെ, Ctrl+D കൊടുത്തു. ഇതിനും ആവശ്യമായിട്ടുള്ളൊരു കളർ കൊടുക്കുക. ഫുൾ ആൻഡ് സ്റ്റോക്കിന് പോയാലും മതി. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഈ ഒബ്ജക്റ്റ് ഇത്രയും ഒബ്ജക്റ്റ് ഇരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഈ യെല്ലോ കളറായിട്ടുള്ള ഒബ്ജക്റ്റ് റെഡിന് മുകളിലായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ റെഡിന് മുകളിലായിട്ടാണ് എന്ത് വരുന്നത്, ഈ പറയുന്ന ഗ്രീനും വരുന്നത്. ആ ഗ്രീനിന് മുകളിലാണ് എന്ത് വരുന്നത്, ഒരു വയലറ്റ് കളർ എനേബിൾ ആയിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഈ പറയുന്ന റെഡ് കളറിനെ ഈ പറയുന്ന ഇതിന് മുകളിലേക്ക് കൊണ്ടുവരണം. അതായത് നമ്മളെ എന്താണ് വയലറ്റിന് മുകളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഞാൻ ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നാലും അത് ഏതിന് പുറകിലാണ് ഇരിക്കുന്നത്, ഈ പറയുന്ന വയലറ്റിന്റെ പുറകിലാണ് ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് ഈ വയലറ്റിന് മുന്നിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത മെനു ഓപ്ഷൻ ആണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആ ഒബ്ജക്റ്റിൽ തന്നെ അടുത്തൊരു ഓപ്ഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഒബ്ജക്റ്റിനകത്ത് ഓൾറെഡി നമ്മൾ ഫിൽ ആൻഡ് സ്ട്രോക്ക് പഠിച്ചു. കാര്യങ്ങൾ ഓരോന്ന് പഠിക്കുമ്പോഴും ഓരോ കണ്ടന്റ് കണക്ട് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിൽ ആൻഡ് സ്ട്രോക്കിലേക്ക് വന്നപ്പോഴത്തേക്കും കളറുകൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്നും ഗ്രേഡിയന്റ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്നും നമ്മൾ പഠിച്ചായിരുന്നു. ഇനി നമ്മൾ ആ കപ്പ് സോസർ വരയ്ക്കുന്നതിൽ ഡി ഓപ്ഷൻ വരുമ്പോഴാണ് ആ ഒരു കപ്പിൽ സോസർ ക്രിയേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഓക്കെ, ഞാനതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഈ ചിത്രത്തിൽ നിങ്ങൾ നോക്കിയാൽ ഈ ഏറ്റവും താഴ്ഭാഗം ഏറ്റവും അടിയിൽ അടിക്കുന്നതാണ് ഈ ഒരു വൃത്താകൃതി ഏറ്റവും ബാക്ക് ഭാഗത്തിലേക്കാണ് വരേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും പുറകിലാണ് വരേണ്ടത്. പക്ഷെ അത് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അപ്പൊ അത് എങ്ങനെ കൊണ്ടുവരാന്നുള്ളതാണ് നമ്മൾ അടുത്ത ഓപ്ഷനായിട്ട് പഠിക്കുന്നത്. അതിനാണ് ഞാൻ ഈ വൃത്തങ്ങൾ വരച്ച് പഠിപ്പിക്കുന്നത്. ഓക്കെ, നോക്കുക, എനിക്ക് ഈ പറയുന്ന റെഡ് കളറിനെ എന്ത് ചെയ്യാൻ എല്ലാത്തിനും മുകളിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒബ്ജക്റ്റ് മെനു സെലക്ട് ചെയ്യുക. അതായത് മുന്നിലുള്ള ഒബ്ജക്റ്റുകളെ പുറകിലേക്ക് കൊണ്ടുപോകാനും പുറകിലേക്കുള്ള ഒബ്ജക്റ്റുകളെ മുന്നിലേക്ക് കൊണ്ടുവരാനും എന്താണ് നമുക്കിവിടെ ഒബ്ജക്റ്റ് മെനുവിൽ കുറച്ച് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോ ഇവിടെ 2-3 ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് റൈസ്, ലോവർ ടു ടോപ്പ്, റൈസ് ടു ബോട്ടം. ഓക്കെ, അല്ലെങ്കിൽ റൈസ് ടു ടോപ്പ്, ലോവർ ടു ബോട്ടം. ഓക്കെ, ഈ 4 കാര്യങ്ങൾ ബുക്കിൽ രേഖപ്പെടുത്തി വയ്ക്കുക. എന്താണ് ഇവയുടെ ഉപയോഗങ്ങളെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ആദ്യം റൈസ് എന്ന് പറയുന്നതാണ്. ഇവിടെ നോക്കിയാൽ റൈസ് എന്ന് എഴുതിയിരിക്കുന്നതിൽ പേജ് അപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ ലോവർ എന്ന് പറഞ്ഞാൽ പേജ് ഡൗൺ ആണ്, അതായത് താഴേക്ക് കൊണ്ടുവരാൻ. എന്നാൽ റൈസ് ടു ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഹോം എന്നാണ് എഴുതിയിരിക്കുന്നത്, അതായത് ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവരാനും. അതുപോലെ തന്നെ ലോവർ ടു ബോട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും എൻഡിലേക്ക് കൊണ്ടുവരാൻ. അപ്പൊ അതെന്താണ് വ്യത്യാസങ്ങളെന്നാണ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പൊ എന്താണ് റൈസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരേണ്ട ഒബ്ജക്റ്റ് ഏതായിരുന്നു, ഈ റെഡ് ആയിരുന്നു. ഈ റെഡിനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഒബ്ജക്റ്റ് സെലക്ട് ആയി. എന്നിട്ട് എന്ത് ചെയ്യുക, ഒബ്ജക്റ്റ് മെനുവിൽ നിന്നും റൈസ് കൊടുത്തു നോക്കുക. എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഏതിന് മുകളിലേക്ക് മാറി, അതായത് യെല്ലോയ്ക്ക് മുകളിലായി മാറുകയാണ് ചെയ്തത്. നേരത്തെ വരുന്നത് എങ്ങനെയായിരുന്നു, പുറകിലായിരുന്നു. നിങ്ങൾക്കിപ്പോൾ അത് കാണാൻ സാധിക്കും. ഞാൻ അൺഡു ചെയ്താണ് ചെയ്തത്. അപ്പോ ഈ ഒബ്ജക്റ്റ് മുകളിലേക്ക് വന്നു. ഏതിനിടയിലാണ്, ഈ പറയുന്ന യെല്ലോയ്ക്കും ഗ്രീനും ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, റെഡ് വരുന്നത്. അപ്പൊ നോക്കാം, റെഡിനെ സെലക്ട് ചെയ്യുക, ഒബ്ജക്റ്റ് മെനുവിലേക്ക് വരിക, റൈസ് കൊടുക്കുക. റൈസ് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, ഈ പറയുന്ന ഒബ്ജക്റ്റ് ഏറ്റവും മുകളിലേക്ക് വന്നില്ല. എനിക്ക് വേണ്ടത് ഈ പറയുന്ന വയലറ്റിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് വന്നിരിക്കണം, പക്ഷെ അത് വന്നിട്ടില്ല. ഉണ്ടല്ലോ, അപ്പൊ ഇത് ഏതിന് മുകളിൽ വന്നു, യെല്ലോയ്ക്ക് മുകളിലും ഗ്രീനിന് ഇടയിലായിട്ട് വന്നു. അതായത് ഇത് 1 സ്റ്റെപ്പ് എന്നും എന്നറിയപ്പെടുന്നു. റൈസിനെ 1 സ്റ്റെപ്പ് എന്നറിയപ്പെടുന്നു. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ മുന്നിലുള്ള ഒരു സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നു,
ഇൻക്രീസ് ചെയ്യുന്നതാണ് റൈസ് എന്ന് പറയുന്നത്. അതായത് ഒബ്ജക്റ്റുകളെ ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് കൊണ്ടുവരാനാണ് റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എനിക്ക് ഈ പറയുന്ന ഗ്രീനിന് മുകളിലാണ് കൊണ്ടുവരേണ്ടത് എങ്കിൽ ഒബ്ജക്റ്റ് മെനുവിലേക്ക് പോവുക. ഒബ്ജക്റ്റ് മെനുവിൽ നിന്ന് എന്ത് കൊടുക്കുക? റൈസ് കൊടുക്കുക. എന്ത് സംഭവിച്ചു? ഈ പറയുന്ന ഗ്രീനിന് ഇടയിൽ വന്നു, കണ്ടല്ലോ. ഇനി എനിക്ക് വയലറ്റിന് മുകളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യാം? ഒബ്ജക്റ്റ് മെനുവിലേക്ക് വരിക, റൈസ് കൊടുക്കുക, കണ്ടല്ലോ. അപ്പോ ഏറ്റവും ടോപ്പിലേക്ക് വന്നു. അപ്പൊ ഇതാണ് അതിന്റെ ഉപയോഗം. അപ്പൊ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. എന്താണ് റൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന ഒബ്ജക്റ്റുകളുടെ ഏറ്റവും പുറകിലാണ് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എങ്കിൽ അതിനെ ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് കൊണ്ടുവരാനാണ് റൈസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ റൈസ് ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് പോലെ എന്ത് ചെയ്യാനും പറ്റും? ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതെങ്ങനെ നോക്കാം? ഈ റെഡിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പുറകിലേക്ക് ഒന്ന് കൊണ്ടുപോകാം. സെലക്ട് ചെയ്യുക, ഒബ്ജക്റ്റ് മെനുവിലേക്ക് വരിക, റൈസിന്റെ തൊട്ട് താഴെ വരുന്നതാണ് ലോവർ. ലോവർ ക്ലിക്ക് ചെയ്യുക. ലോവർ ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് പോയി. അപ്പോൾ എഴുതി വെക്കേണ്ട ഒരു കാര്യം, റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റുകൾ 5 ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒബ്ജക്റ്റിനെ അടുത്ത 4ാമത്തെ 3ാമത്തെ ഒബ്ജക്റ്റിന്റെ ഇടയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? റൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് കൊണ്ടുവരണം. ഒബ്ജക്റ്റുകളെ ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് കൊണ്ടുപോകാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ലോവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഞാൻ അതിനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, ഞാൻ പഴയതുപോലെ ആക്കി. ഇനി നിങ്ങൾക്ക് മെനു ഓപ്ഷനിൽ പോവാതെ തന്നെ ഇവിടെ ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ടൂൾ അഡ്ജസ്റ്റ്മെന്റ് ബോക്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോവർ സെലക്ഷൻ ടു ബോട്ടം, അതായത് ലോവർ സെലക്ഷൻ ടു ബോട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ കൊണ്ടുവരുവാനും ലോവർ സെലക്ഷൻ 1 സ്റ്റെപ്പ്, ഇതാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ കണ്ടത്. അതായത് ഒരു സ്റ്റെപ്പ് മാത്രം പുറകിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ലോവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ആ ലോവറിന്റെ ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ആ സിമ്പലുകളിൽ തന്നെയാണ് റൈസ് സെലക്ഷൻ 1 സ്റ്റെപ്പ്. റൈസ് സെലക്ഷൻ 1 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക്, അതുപോലെ തന്നെ ഏറ്റവും താഴേക്ക് കൊണ്ടുവരാനാണ് എന്ത്, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് റൈസ് ടു സെലക്ഷൻ ടോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. അപ്പൊ റൈസും ലോവറും നമ്മൾ നോക്കി. ഇനി എന്താണ് റൈസ് ടു ടോപ്പും ലോവർ ടു ബോട്ടം എന്ന് നോക്കാം. ഓക്കെ, അപ്പോ എനിക്ക് ഈ വയലറ്റ് കളറിനെ യെല്ലോയ്ക്ക് ഏറ്റവും പുറകിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, നമുക്ക് നോക്കാം. ജസ്റ്റ് അല്ലാതെ ഒന്നും ചെയ്യാം, നോക്കാം. ഇപ്പൊ ഇരിക്കുന്നത് ഏറ്റവും ടോപ്പിലാണ്, കണ്ടല്ലോ. യെല്ലോയ്ക്ക് മുകളിലാണ് ഇരിക്കുന്നത്. ഈ യെല്ലോയ്ക്ക് മുകളിൽ ഇരിക്കാതെ എനിക്ക് ഏറ്റവും പുറകിലേക്ക് കൊണ്ടുവരണം. ഈ റെഡിനെക്കാട്ടിലും പുറകിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, ഒബ്ജക്റ്റ് മെനുവിലേക്ക് വരിക, ഒബ്ജക്റ്റ് മെനുവിൽ നിന്ന് എന്ത് കൊടുക്കുക? ലോവർ ടു ബോട്ടം കൊടുക്കുക. എന്ത് സംഭവിച്ചു നോക്കാം. ഏറ്റവും പുറകിലേക്ക് വന്നോ? നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോ ഇവയാണ് ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത്. അതായത് റൈസ് ടു ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ആദ്യം കൊണ്ടുവയ്ക്കുവാനാണ്. അതായത് ഏറ്റവും മുന്നിലായി ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റൈസ് ടു ടോപ്പ് കൊടുക്കുന്നത്. ലോവർ ടു ബോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ലോവർ ടു ബോട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഇതിനെ എനിക്ക് എന്ത് ചെയ്യണം? ഏറ്റവും മുന്നിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് കൊടുത്താൽ മതി? ഒബ്ജക്റ്റ് മെനുവിലേക്ക് വരിക, എന്താണ്? റൈസ് ടു ടോപ്പ് കൊടുക്കുക. എന്ത് സംഭവിച്ചു? ഏറ്റവും മുകളിലായിട്ട് വരികയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് റൈസും റൈസ് ടു ടോപ്പും അതുപോലെ തന്നെ എന്താണ് ലോവർ ടു ബോട്ടം, ഇതൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മളെ പഴയ ഒബ്ജക്റ്റിലേക്ക് പോവാം. ഇവിടെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാല് ഈ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഇപ്പം ഏറ്റവും ടോപ്പിലാണ് ഇരിക്കുന്നത്. ഇത് ഏറ്റവും താഴെ കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? റെസ്പോണ്ട് ചെയ്യണം. ഒബ്ജക്റ്റുകളെ ഒരു സ്റ്റെപ്പ് കൊണ്ടുപോകാനാണെങ്കിലാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ എന്താണ്? ലോവർ കൊടുക്കണം. ഒരു സ്റ്റെപ്പ്, അതായത് ഈ ഒരു വൃത്തത്തിന് ഇടയ്ക്ക് മാത്രം നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ലോവർ കൊടുത്താൽ മതി. ഇനി ഏറ്റവും താഴെ കൊണ്ടുവരണമെങ്കിൽ അത് എന്ത് കൊടുക്കുന്ന? ലോവർ ടു ബോട്ടം. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഒബ്ജക്റ്റ് മെനുവിൽ നിന്ന് ചെയ്താൽ മതി. കാര്യം നമ്മൾ പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആ ഓപ്ഷൻസ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോക്കുക. ലോവർ ടു ബോട്ടം കൊടുത്തു എന്ന് വിചാരിക്കുക. ലോവർ ടു ബോട്ടം കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഏറ്റവും താഴെയായിട്ട് ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്തു? ക്രമീകരിക്കുകയാണ് ചെയ്തത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് അതിനെ ഒന്ന് കറക്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഗ്രേഡിയന്റ് എങ്ങനെ കൊടുക്കാന്നുള്ളത് പഠിച്ചു. അപ്പൊ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിലധികം നിറങ്ങളെ സമന്വയിപ്പിക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് എന്താ പറയുന്നത്? ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഈ ഗ്രേഡിയന്റുകൾ എത്ര എണ്ണം ഉണ്ട്?
ഉണ്ട്? നമുക്ക് പഠന ആവശ്യത്തിനായിട്ടുള്ള എത്ര ഗ്രേഡിയന്റ് ഉണ്ട്? 2 ഗ്രേഡിയന്റുകളുണ്ട്. ഏതൊക്കെയാണ്? ലീനിയർ ഗ്രേഡിയന്റും റേഡിയൽ ഗ്രേഡിയന്റും. ഈ ലീനിയർ ഗ്രേഡിയന്റും റേഡിയൽ ഗ്രേഡിയന്റും തിരഞ്ഞെടുക്കുന്നത് ഏതിൽ നിന്നുമാണ്? ഒബ്ജക്റ്റ് മെനുവിലെ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ നിന്നും. കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, ഒബ്ജക്റ്റ് മെനുവിലെ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ നിന്നും. ഓക്കെ, ഈ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ ചെയ്ത കാര്യങ്ങൾ നമ്മളിപ്പോ ഇവിടെ യൂസ് ചെയ്ത ഗ്രേഡിയന്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയണം? റേഡിയൽ ഗ്രേഡിയന്റ് എന്ന് പറയണം. ഓക്കെ, അപ്പോ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി റൈസ് ടു ടോപ്പ്, ലോവർ ടു ബോട്ടം എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ പഴയ ഒബ്ജക്റ്റിലേക്ക് വരുന്നു. അതായത് മുന്നിലിരിക്കുന്ന ഒബ്ജക്റ്റിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതിയെടുത്തോളം, മുന്നിലിരിക്കുന്ന ഒബ്ജക്റ്റുകളെ ഏറ്റവും പുറകിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ഓപ്ഷൻ തിരഞ്ഞെടുക്കണം? ലോവർ ടു ബോട്ടം കൊടുക്കണം. എന്നാൽ മുന്നിലിരിക്കുന്ന ഒബ്ജക്റ്റിനെ ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് കൊണ്ടുപോകാനാണ് എന്ത് പറയുന്നത്? ലോവർ കൊടുക്കുന്നത് തന്നല്ലോ. അതായത് ഒബ്ജക്റ്റ് മെനുവിലെ ഏത് കൊടുക്കണം? ലോവർ കൊടുക്കണം. ഓക്കെ, അതായത് പേജ് ഡൗൺ. ഓക്കെ, ഇനി മുന്നിലിരിക്കുന്ന ഒബ്ജക്റ്റുകളെ ഏറ്റവും പുറകിലേക്ക് കൊണ്ടുവരാനാണ് ലോവർ ടു ബോട്ടം കൊടുക്കുന്നത്. ഒരു സ്റ്റെപ്പ് പുറകിലേക്കാണ് വരേണ്ടതെങ്കിൽ എന്ത് കൊടുക്കുക? ലോവർ കൊടുക്കുക. അടുത്തത് എന്താണ്? ഇനി ഏറ്റവും പുറകിലിരിക്കുന്ന ഒബ്ജക്റ്റിനെ ഏറ്റവും മുന്നിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തുപയോഗിക്കണം? റൈസ് ടു ടോപ്പ്. ഓക്കെ, റൈസ് ടു ടോപ്പ്. ഏറ്റവും പുറകിലിരിക്കുന്ന ഒബ്ജക്റ്റിനെ ഏറ്റവും മുന്നിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? റൈസ് ടു ടോപ്പ്. എന്നാൽ മുന്നിലിരിക്കുന്ന ഒബ്ജക്റ്റിനെ ഒരു സ്റ്റെപ്പ് കൂടി, അതായത് പിന്നിലിരിക്കുന്ന ഒബ്ജക്റ്റിനെ തന്നെ ഒരു സ്റ്റെപ്പ് മുന്നിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മളിന്ന് പഠിച്ചത് ഫിൽ ആൻഡ് സ്ട്രോക്കിലെ സ്ട്രോക്ക് എന്താണെന്നും, സ്ട്രോക്ക് സ്റ്റൈൽ എന്താണെന്നും, ഫ്ലാറ്റ് കളർ എന്താണെന്നും, നോ പെയിന്റ് എന്താണെന്നും കൃത്യമായിട്ട് എന്ത് ചെയ്തു? പഠിക്കുകയുണ്ടായി. അതുപോലെ തന്നെ എന്താണ് റൈസ്, ലോവർ, റൈസ് ടു ടോപ്പ്, ലോവർ ടു ബോട്ടം. ഇത് പരീക്ഷയ്ക്ക് കൃത്യമായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇത് പഠിച്ചേ പറ്റൂ. നമ്മൾ ഇംഗ്ലീഷ്കേപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഈ പറയുന്ന ചിത്രമൊക്കെ വെച്ചിട്ട് 2017 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. കാര്യം പരീക്ഷയ്ക്ക് ഏത് പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരണമെന്ന് പോലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചെറിയൊരു കണ്ടന്റ് പോലും എന്ത് ചെയ്യാം? പുസ്തകത്തിന് ഇടയിൽ അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബാക്കി സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. കാര്യം എവിടെ നിന്നെങ്കിലൊക്കെ ചോദിക്കും. കാര്യങ്ങൾ തിയറി ആയിട്ടൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ ഈ പറയുന്ന പോർഷനിൽ അവർ പ്രാക്ടിക്കൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ അല്ലാതെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എഴുതിയെടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോ ഇനി പറയാൻ പോകുന്നത് ഒപ്പാസിറ്റിയും ബ്ലറും ആണ്. ഓക്കെ, അതും കൂടെ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പഠിക്കാം. അപ്പോ ഒപ്പാസിറ്റി, ബ്ലർ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഓക്കെ, ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടതേ ഉള്ളൂ. എന്താണ് ഒപ്പാസിറ്റി, എന്താണ് ബ്ലർ? ഓക്കെ, ബ്ലർ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തന്നല്ലോ, ചിത്രത്തിന്റെ വ്യക്തത നഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണെന്ത് ഈ ഒരു ഓപ്ഷൻ പറയുന്നത്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ പഠിക്കണം. ഓക്കെ, അപ്പൊ അതെന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പഠിക്കാം. ഇങ്ങനെ ചെയ്തു വെച്ച ഒബ്ജക്റ്റുകളെ എല്ലാം എന്ത് ചെയ്യണം? ഓരോ ഒബ്ജക്റ്റുകളാണ് തന്നല്ലോ. ഇതിപ്പോ ഒരു വൃത്തം, രണ്ടാമത് ഒരു വൃത്തമുണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5, മൊത്തത്തിന് 5 വൃത്തമുണ്ട്. എനിക്കിത് ഇപ്പൊ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? ആ ഒരു വൃത്തത്തെ മാത്രം സെലക്ട് ആയി മാറി. അപ്പൊ അത് വളരെ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചു? ഇത് ഒബ്ജക്റ്റുകൾ മാറിപ്പോകുന്നുണ്ട്. അപ്പോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ മൗസ് വെച്ച് ഈ ഒബ്ജക്റ്റുകളെല്ലാം എന്ത് ചെയ്യുക? ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്താലും മതി. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഓരോ ഒബ്ജക്റ്റുകളെയും സെലക്ട് ചെയ്യുക. അതിനെക്കാട്ടിലും നല്ലത് എന്താണ്? ഇങ്ങനെ ഡ്രാഗ് ചെയ്തെടുക്കുക. ഇപ്പൊ കൺട്രോൾ പ്ലസ് എ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ഓൾ ഉണ്ട്. പക്ഷെ സെലക്ട് ഓൾ കൊടുക്കരുത്. കാര്യം സെലക്ട് ഓൾ കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചിത്രം കൂടെ ഉണ്ട്. അപ്പൊ ആ ചിത്രത്തെ കൂടെ എന്ത് ചെയ്യും? സെലക്ട് ആവും. നിങ്ങൾ നോക്കിയാൽ മതി. കൺട്രോൾ എ കൊടുക്കുമ്പോൾ ഇവിടെ ഈ ഒബ്ജക്റ്റ് സെലക്ട് ആയിട്ടുണ്ട്, ഈ 5 ഒബ്ജക്റ്റ് സെലക്ട് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വരച്ച ഒബ്ജക്റ്റ് എങ്ങനെയാണോ ഉള്ളത് അതിനെന്ത് ചെയ്യുക? എങ്ങനെ മൗസ് വെച്ച് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക? നമുക്ക് ആവശ്യമുള്ള എന്താണ് സൈസ് വലുതാക്കണമെങ്കിൽ എന്ത് ചെയ്യാം? വലുതാക്കാം. ഓക്കെ, ഇങ്ങനെ ചെയ്തതിനു ശേഷം ഈ ഒബ്ജക്റ്റുകളെല്ലാം എന്ത് ചെയ്യണം? ഒരുമിച്ച് ചേർക്കണം. അതായത് ഒന്നിപ്പിക്കണം.
അപ്പൊ ആ ഒന്നിപ്പിക്കുക എന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഗ്രൂപ്പ്? ഇപ്പം പാർട്ടികളിൽ ഗ്രൂപ്പ് ഉണ്ടാവുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ? അതായത് ഇപ്പൊ നമ്മൾ കോൺഗ്രസിന്റെ ഒക്കെ ഗ്രൂപ്പുകളാണ്, അല്ലെങ്കിൽ എന്താണ് പാർട്ടികൾ പറയുന്ന സമയത്ത് ഐ ഗ്രൂപ്പ്, കെ ഗ്രൂപ്പ്, അങ്ങനെ കുറെ ഗ്രൂപ്പുകൾ പറയും. കരുണാകരൻ ഗ്രൂപ്പ്, ഇന്ദിരാഗാന്ധി ഗ്രൂപ്പ്, അങ്ങനെ ഗ്രൂപ്പുകൾ പറയാറുണ്ട്. അതായത് ഒരു ബാച്ച് ഉണ്ടായിരിക്കും അല്ലേ, ഒരു കൂട്ടം എന്താണ് ബാച്ച് ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും ഒബ്ജക്റ്റുകളെ നമ്മൾ ഒരുമിച്ച് സെലക്ട് ചെയ്ത് അവയെ എന്ത് ചെയ്യണം, ഒരുമിപ്പിക്കണം വേണ്ടേ? അപ്പൊ അതിനാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ആ ഗ്രൂപ്പ് ഓപ്ഷൻ നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളത് എഴുതി വെക്കുക. ഇങ്ങനെ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സെലക്ട് ചെയ്യാൻ പറ്റും? ഓക്കെ, ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ കുറച്ചും കൂടെ മുകളിലോട്ട് വെച്ച് സെലക്ട് ചെയ്ത് തരാം. ഓക്കെ, ഇവിടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ ഒബ്ജക്റ്റുകളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, മൗസ് വഴി ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ കീബോർഡ് ഷോർട്ട്കട്ടായ Ctrl+G കൊടുക്കാം. എന്ത് കൊടുക്കാം? Ctrl+G. ഓക്കെ, ഇതല്ല എങ്കിൽ അടുത്ത മെത്തേഡാണ് ഒബ്ജക്റ്റ് മെനുവിലെ ഗ്രൂപ്പ്. ഓക്കെ, ഗ്രൂപ്പ് ഉണ്ട്, അൺഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് ഇപ്പൊ ഈ വരച്ച ചിത്രത്തില് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് മാറ്റി വെച്ചു. ഓക്കെ, പിന്നീടാണ് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തേണ്ടത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ചിത്രത്തെ ഇതേപോലെ അൺഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോ ഗ്രൂപ്പ് ചെയ്യാണ്. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഈ ചിത്രത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നു നോക്കാം. ഓക്കെ, ഗ്രൂപ്പ് കൊടുത്തു. ഗ്രൂപ്പ് കൊടുത്തപ്പോഴത്തേക്ക് അതെല്ലാം ഒന്നായി. കണ്ടല്ലോ? എനിക്ക് ഇനി അത് എങ്ങോട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഇനി ഈ ഒബ്ജക്റ്റിനെ ഇപ്പൊ എനിക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒബ്ജക്റ്റിനെ തന്നെ എന്ത് ചെയ്യാം, എനിക്ക് അൺഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, ആ അൺഗ്രൂപ്പ് ചെയ്യാൻ Shift+Ctrl+G ആണ്. ഓക്കെ, അൺഗ്രൂപ്പ് കൊടുക്കുമ്പോഴത്തേക്കും ആ 5 ഒബ്ജക്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഗ്രൂപ്പിന്റെ ഉപയോഗം. ഞാൻ ഈ കീബോർഡ് ഷോർട്ട്കട്ട് യൂസ് ചെയ്യുന്നത് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് G കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഗ്രൂപ്പായി. ഓക്കെ, ഇതാണ് ഗ്രൂപ്പും അൺഗ്രൂപ്പും. അപ്പൊ എഴുതി വെച്ചിരിക്കുക, ഗ്രൂപ്പും അൺഗ്രൂപ്പും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കുന്ന ഒബ്ജക്റ്റുകളെല്ലാം ഓരോ ലെയറുകളായിരിക്കും, അല്ലെങ്കിൽ ഓരോ ഒബ്ജക്റ്റുകളായിരിക്കും. അത് കൃത്യമായിട്ട് എഴുതിയിരിക്കാം. ഓക്കെ, എന്താണ്, നമ്മൾ ഇങ്ക്സ്കേപ്പിൽ തയ്യാറാക്കുന്ന ഫയലുകളെല്ലാം തന്നെ ഓരോ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ബ്രാക്കറ്റ് ലെയറുകൾ എന്ന് എഴുതുക, ലെയറുകളായിരിക്കും. ഈ ഇങ്ങനെ തയ്യാറാക്കുന്ന ലെയറുകളെ അല്ലെങ്കിൽ ഒബ്ജക്റ്റുകളെ ഒരുമിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അല്ലെങ്കിൽ ഓപ്ഷനാണ് എന്തെന്നറിയപ്പെടുന്നത്, ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത ഒബ്ജക്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് പിന്നിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിനാണ് എന്ത് ഉപയോഗിക്കുന്നത്, അൺഗ്രൂപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തി വെക്കുക. അപ്പോൾ ഇത് ഗ്രൂപ്പ് ചെയ്തു, ഇത് മാറ്റി വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എന്താണ് ഒപ്പാസിറ്റിയും ബ്ലർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ ഇതിൽ ഒരു സർക്കിളിനെ മാത്രം എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇതിനെ ജസ്റ്റ് ഒന്ന് വലുതാക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇതിനെ വലുതാക്കി ഞാനൊരു ബ്ലാക്ക് കൊടുക്കുക. അതാണ് നിങ്ങൾ കുറച്ചും കൂടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ ഒപ്പാസിറ്റിയും ബ്ലർ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ ഒപ്പാസിറ്റി, ബ്ലർ എന്നീ സങ്കേതങ്ങൾ ഏത് ഓപ്ഷനിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്? ഓപ്ഷൻ വരുന്നത് ഇങ്ങനെയായിരിക്കും, ഫിൽ ആൻഡ് സ്ട്രോക്കിൽ നിന്നും, അലൈൻമെന്റിൽ നിന്നും, ഗ്രേഡിയന്റിൽ നിന്നും, അല്ലെങ്കിൽ എന്താണ് ഇങ്ക്സ്കേപ്പിൽ നിന്നും എന്ന് പറഞ്ഞായിരിക്കും ഓപ്ഷൻ വരുന്നത്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എപ്പോഴും നമുക്ക് ഒപ്പാസിറ്റിയും ബ്ലറും എന്ന് പറയുന്ന ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് എവിടെയാണ്, ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന് പറയുന്ന ജാലകത്തിലാണ്. ഓക്കെ, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള കളറൊക്കെ നമ്മൾ എന്ത് ചെയ്തു, അപ്ലൈ ചെയ്തു. ഇനി എന്താണ് ബ്ലർ എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷനാണ് പഠിക്കാൻ പോകുന്നത് ബ്ലർ. ഓക്കെ, ബ്ലർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് ചിത്രത്തിന്റെ വ്യക്തത നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബ്ലർ എന്ന് പറയുന്ന സങ്കേതം യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓരോ പെർസെന്റേജ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് നോക്കാം. എന്ത് സംഭവിക്കുന്നു നോക്കി, ചിത്രത്തിന്റെ വ്യക്തത നഷ്ടപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ട്, ഉണ്ടല്ലോ. അപ്പൊ ഞാൻ അതിന്റെ സൈസ് കൂട്ടും തോറും അതിന്റെ വ്യക്തത നഷ്ടപ്പെട്ടു, കണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് ബ്ലറിന്റെ ഉപയോഗം. അതായത് ചിത്രത്തിന്റെ എന്താണ് ക്ലാരിറ്റി, അല്ലെങ്കിൽ അവയുടെ എന്താണ് ഒറിജിനൽ എന്താണ് റേഷ്യോ, അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിൽ പിക്സൽ റേഷ്യോ ചേഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്
ബ്ലർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ബ്ലർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നിഴലുകൾ, അതുപോലെ തന്നെ ഷെയ്ഡുകൾ, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന കൂടുതലായിട്ടും ബ്ലർ എന്ന് പറയുന്ന സംവിധാനം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എഴുതി വെച്ചോണം, ബ്ലർ എന്ന് പറയുന്നത് എന്താണ്? ചിത്രങ്ങളുടെ വ്യക്തത എന്താണ് നഷ്ടപ്പെടുത്തുന്നതാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റുകളുടെ വ്യക്തത നഷ്ടപ്പെടുത്തുന്നതാണ് ബ്ലർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഒപ്പാസിറ്റി നോക്കാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഈ ബ്ലറിന്റെ സ്ഥാനത്ത് 0.00 എന്ന് കൊടുത്തു. ഓക്കെ, എന്ന് 2 കൊടുത്തപ്പോഴത്തേക്കും പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചെത്തി. ഇനി എന്താണ് ഒപ്പാസിറ്റി നോക്കാം. ഒപ്പാസിറ്റി ഇവിടെ 100% ആണ്. ഓക്കെ, ഈ 100% നമുക്ക് ഇത് കുറച്ച് നോക്കാം, എന്ത് സംഭവിക്കുന്നു നോക്കാം. കുറയ്ക്കുന്നതോറും, അല്ലെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു ചുവപ്പ് കളറാണ് കൊടുക്കാൻ പോകുന്നത് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു വയലറ്റ് കിട്ടും. ഓക്കെ, ചുവപ്പ് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഇതിന്റെ ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കാൻ പോകും. എന്ത് സംഭവിക്കും നോക്കാം. ഒപ്പാസിറ്റി കുറയും തോറും ആ ചിത്രത്തിലെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിലെ നിറം എന്ത് സംഭവിക്കുന്നു നോക്കുക. നിറം കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ പൂർണ്ണമായിട്ട് 0 ആക്കിയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ആ ഒബ്ജക്റ്റ് അവിടെ ഉണ്ട്, പക്ഷെ എന്തില്ല? നിറമില്ല. അപ്പോ ചിത്രങ്ങളുടെ നിറം, അതായത് കളറുകളുടെ ഡെപ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഒപ്പാസിറ്റി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒപ്പാസിറ്റി നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്രങ്ങളുടെ നിറം എന്താണ് ചേഞ്ച് ചെയ്യുന്നതിന്, അതായത് അവയുടെ ഡെപ്ത് കുറയ്ക്കുന്നതും കൂട്ടുന്നതിനും വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഒപ്പാസിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ ഒപ്പാസിറ്റി ഇപ്പോൾ ഇൻക്രീസ് ചെയ്തു, നേരത്തെ ചെയ്ത് കുറയ്ക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ടിൽ എഴുതി രേഖപ്പെടുത്തി വെക്കുക. അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഫുൾ ആൻഡ് സ്ട്രോക്ക്, അതുപോലെ തന്നെ ഒബ്ജക്റ്റ് മെനുവിലെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഒബ്ജക്റ്റ് മെനുവിലെ ഫുൾ ആൻഡ് സ്ട്രോക്ക്, ഗ്രൂപ്പ്, അൺഗ്രൂപ്പ്, അതുപോലെ തന്നെ എന്താണ് റൈസ്, ലോവർ, റൈസ് ടു ടോപ്പ്, ലോവർ ടു ബോട്ടം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഈ ലോവർ ടു ബോട്ടം, റൈസ് ടു ടോപ്പ് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വയ്ക്കുക. പരീക്ഷകൾക്ക് അത് ചോദിച്ചിട്ടുണ്ട്. അതായത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അരുൺ ഒരു 2 ഒബ്ജക്റ്റുകൾ നിർമ്മിച്ചപ്പോൾ ആദ്യത്തെ ഒബ്ജക്റ്റിൽ നിന്നും എന്താണ് അല്ലെങ്കിൽ 5 ഒബ്ജക്റ്റ് നിർമ്മിച്ചു. ആ 5 ഒബ്ജക്റ്റിലെ ആദ്യത്തെ ഒബ്ജക്റ്റിനെ ഏറ്റവും പുറകിലേക്ക് കൊണ്ടുവരാൻ താഴെ പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ഉപയോഗിച്ചിട്ടുള്ളത്? റൈസ് ടു ടോപ്പ്, ലോവർ ടു ബോട്ടം. ഏറ്റവും പുറകിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഏതാണ്? ലോവർ ടു ബോട്ടം ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറെ ഓപ്ഷൻസ് നമുക്ക് തരുന്നുണ്ട്. ഞാൻ ഈ പാഠം പഠിപ്പിച്ച് തീർന്നതിന് ശേഷം നിങ്ങൾക്ക് ഏകദേശം ഒരു 50ഓളം സെറ്റ് ക്വസ്റ്റ്യൻ അയച്ചു തരുന്നുണ്ട്. അതിന് ആൻസറും എല്ലാം കൂടെ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ പുസ്തകത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പുസ്തകം അല്ലെങ്കിൽ ബുക്കിലോ എവിടെയെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക? ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഗ്രൂപ്പ്, അൺഗ്രൂപ്പ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? അറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെ, ഇനി പുസ്തകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ കളർ പാലറ്റിന്റെ എന്താണ് സൗകര്യപ്രദം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻഡു മാർക്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കളർ പാലറ്റില് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇവിടെയാണ് നമ്മൾ ഫ്ലാറ്റ് കളർ നോ പെയിന്റ് പഠിച്ചത് അല്ലേ. നോ പെയിന്റ് എന്തിനാണ്? കളർ ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു തന്നല്ലോ. പക്ഷെ ആ അതേ സംവിധാനം തന്നെ ഏറ്റവും താഴെ നമുക്ക് ഈ പറയുന്ന കളർ പാലറ്റ് കാണാൻ പറ്റും. ഓക്കെ, ഇതാ ഇവിടെ ഏറ്റവും താഴെ ഒരു ഇൻഡു മാർക്കുണ്ട്. ആ ഇൻഡു മാർക്ക് എന്ന് പറയുന്നത് ഏതാണ്? ഈ പറഞ്ഞ നോ പെയിന്റ് തന്നെയാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോ പെയിന്റ് കിട്ടും. ഓക്കെ, അത് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. തൽക്കാലം അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? സ്ട്രോക്കിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ തന്നെ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്, അത് ഞാൻ അയച്ചു തരാം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ചിത്രങ്ങളെ ഗ്രൂപ്പ് ചെയ്യാനൊക്കെ ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ആ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഒപ്പാസിറ്റി, ബ്ലർ, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ലീനിയർ ഗ്രേഡിയന്റ്, റേഡിയൽ ഗ്രേഡിയന്റ്, ഈ പറയുന്ന ഡിഫറൻസ്, യൂണിയൻ, ഇതൊക്കെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, എന്താണ് ഡിഫറൻസും യൂണിയൻ എന്നുള്ളത് അടുത്ത ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ആ ഒരൊറ്റ ക്ലാസ്സോടുകൂടി നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു ചാപ്റ്ററേ അങ്ങ് തീരും. ഓക്കെ, എന്നിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് റിവിഷൻ കൂടെ ചെയ്തിട്ട് നമുക്ക് പാഠം തരാം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. കാര്യം ഇത് അടുത്ത പോർഷനിൽ ഒരുപാട് കണ്ടന്റ് ഉണ്ട്. അത് ഇപ്പോൾ ഒറ്റ ക്ലാസ് ആയിട്ട് നടക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരാൻ സാധിക്കത്തില്ല. കാര്യം ഇത് ഒരുപാട് ചെയ്യാനുണ്ട്. എന്നാലേ നിങ്ങൾ മനസ്സിലാക്കത്തുള്ളൂ. ഡിഫറൻസ് എന്താണ്, യൂണിയൻ എന്താണ്, ഇന്റർസെക്ഷൻ എന്താണെന്നുള്ളത്. ചിലപ്പോൾ IT സ്കൂളിലൊക്കെ നിങ്ങൾക്ക് IT ക്ലാസ് ഓൺലൈനിൽ കാണുമ്പോഴത്തേക്കും, സ്കൂളിലെ ക്ലാസ്സിലൊക്കെ കാണുമ്പോഴത്തേക്കും ഡിഫറൻസും എന്താണ് യൂണിയനൊക്കെ മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. എന്താണ് ഇന്റർസെക്ഷന്, അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പറഞ്ഞുതരാം കേട്ടോ.
ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് ഇന്ന് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട്സ് ചോദിക്കണം കേട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ആ റൈസ് ടു ടോപ്പ് ലോവർ ടു ബോട്ടം ഒക്കെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞുതരാം. വൈകിട്ട് ക്ലാസ് ഉണ്ട്, വൈകിട്ട് ഹിന്ദി ക്ലാസ് ആണ് കേട്ടോ. 4 മണിക്ക് കറക്റ്റ് ആയിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം. 4 മണിക്ക് ലിങ്ക് വരും കേട്ടോ. 4 മണിക്ക് ഹിന്ദി ക്ലാസ് ആണ്. നാളെ 7 ക്ലാസ് ആണ്, വൈകിട്ട് പറയാം. നാളെയും വൈകിട്ട് അല്ലെ ഹിന്ദി ക്ലാസ് അല്ല, ഇംഗ്ലീഷ് ക്ലാസ് ആണ് വൈകിട്ട്. ഇന്ന് വൈകിട്ട് ഇംഗ്ലീഷ് ക്ലാസ് ആണ് കേട്ടോ. ഇംഗ്ലീഷ് ക്ലാസ് ആണ്, നാളെയാണ് ഹിന്ദി ക്ലാസ്. നാളെ വൈകിട്ടായിരിക്കും, അത് ഇന്ന് വൈകുന്നേരം പറയാം കേട്ടോ. വൈകുന്നേരത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നാളെ സബ്ജക്ട് പറയാം കേട്ടോ. റൈസ് ടു ടോപ്പ് ലോവർ ടു ബോട്ടം ഒരാൾ ഡൗട്ട് വെച്ചിട്ടുണ്ട്, അപ്പൊ അതൊന്നുകൂടെ ഞാൻ എന്ത് ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഡ്യൂപ്ലിക്കേറ്റ് എന്നാണ് ഉപയോഗിക്കുന്നത്, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്താലും മതി, അല്ലെങ്കിൽ എഡിറ്റ് മെനുവിലേക്ക് വരിക, എഡിറ്റ് മെനുവിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, Ctrl+D കൊടുക്കുക. Ctrl+D കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ഒബ്ജക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അത് Ctrl+D കൊടുത്തു. ഓക്കെ, Ctrl+D. ഓക്കെ, കാണാൻ സാധിക്കുന്നുണ്ടല്ലോ എല്ലാം. ഞാനിപ്പോൾ ഷിഫ്റ്റ് ഉപയോഗിച്ചാണ് സെലക്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ വന്നിരിക്കുന്നത് ഈ യെല്ലോ കളറ് ഏതിന് മുകളിലായിട്ടാണ് അല്ലെങ്കിൽ ഏതിന് താഴെയായിട്ടാണ് വന്നിരിക്കുന്നത്, റെഡിന് താഴെയായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടല്ലോ, ഈ റെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും മുകളിലുള്ളത് ഈ വയലറ്റ് കളറാണ്. കണ്ടല്ലോ. ഓക്കെ, ഡൗട്ട് ഉള്ളവർ ക്ലിയർ ചെയ്ത് നിൽക്കണം, അത് ക്ലിയർ ചെയ്ത് പറയണം കേട്ടോ. അപ്പോ ഈ പറയുന്ന ഏറ്റവും മുകളിലുള്ള ഒബ്ജക്റ്റിനെ, അതായത് ഈ വയലറ്റ് കളറിലുള്ള ഒബ്ജക്റ്റിനെ എനിക്ക് ഏറ്റവും താഴേക്ക് കൊണ്ടുവരണം. ഏറ്റവും താഴേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ യെല്ലോയ്ക്ക് പുറകിലായിട്ട് വരണം. പക്ഷെ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റിനെ എനിക്ക് ഏറ്റവും പുറകിലേക്ക് കൊണ്ടുവരാനാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നേരെ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒബ്ജക്റ്റ് മെനുവിൽ നിന്നും എന്ത് കൊടുക്കണം, ഏത് കൊടുക്കുക, ലോവർ ടു ബോട്ടം. ബോട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും താഴെ അല്ലെ, താഴെ എന്നാണ്. അപ്പൊ ലോവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കാം, ലോവർ ടു ബോട്ടം കൊടുത്തു. ലോവർ ടു ബോട്ടം കൊടുത്തപ്പോൾ ഏതിന് പുറകിലേക്ക് വന്നു, ഈ പറയുന്ന ബ്ലൂവിന് പുറകിലേക്ക് വന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അത് ഏറ്റവും പുറകിലാണ്. ഇതാ നോക്കുക, ഏറ്റവും പുറകിലേക്ക് വന്നോ. ഓക്കെ, അപ്പൊ ഇതാണ് ലോവർ ടു ബോട്ടം. അതായത് മുന്നിലുള്ള ആദ്യത്തെ ഒബ്ജക്റ്റുകളെ ഏറ്റവും പുറകിലേക്ക് കൊണ്ടുവരാൻ എഴുതി വെക്കുക. ഏറ്റവും പുറകിലേക്ക് കൊണ്ടുവരാനാണ് എന്ത് വിളിക്കുന്നത്, ലോവർ ടു ബോട്ടം കൊടുക്കുന്നത്. ഇനി എനിക്ക് ഈ പറയുന്ന യെല്ലോ കളറിനെ ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുവരണമെങ്കിലും, ഏറ്റവും ടോപ്പ് എന്നാണ് ഞാൻ പറയുന്നത്, ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്ത് ഉപയോഗിക്കണം, യെല്ലോ കളറുള്ള ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒബ്ജക്റ്റ് മെനുവിലേക്ക് വരിക, എന്ത് കൊടുക്കുക, റൈസ് ടു ടോപ്പ്. ഏറ്റവും ടോപ്പിലേക്ക് എന്നാണ് പറഞ്ഞത്, റൈസ് ടു ടോപ്പ് കൊടുക്കുക. റൈസ് ടു ടോപ്പ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിച്ചു, ഈ പറയുന്ന ഏറ്റവും മുകളിലേക്കായി ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും. ഇനി ഈ പറയുന്ന റെഡിനും അതുപോലെ തന്നെ ബ്ലൂവിനും ഇടയിലായി എനിക്ക് യെല്ലോയെ ക്രമീകരിക്കണം. ഇപ്പൊ ഇതിനിടയ്ക്കാണോ നിൽക്കുന്നത്, അല്ല, അതായത് ഏറ്റവും മുകളിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് ഇതിന്റെ മധ്യഭാഗത്തായിട്ട് കൊണ്ടുവരണം എങ്കിൽ എന്ത് ചെയ്യണം, അതായത് ഒരു സ്റ്റെപ്പ് ഇതിനെ പുറകിലേക്ക് കൊണ്ടുവരണം അല്ലെ. ഈ ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് കൊണ്ടുവരാനാണ് എങ്കിൽ എന്താണ് ഉപയോഗിക്കുന്നത്, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, ഒബ്ജക്റ്റ് മെനുവിലേക്ക് വരിക, എന്നിട്ട് എന്ത് കൊടുക്കുക, ലോവർ കൊടുക്കുക. അതായത് ലോവർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് പുറകിലേക്ക്, ഒബ്ജക്റ്റുകളെ ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് കൊണ്ടുവരാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, ലോവർ യൂസ് ചെയ്യുന്നത്. നോക്കാം, ലോവർ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്തു, ഇതിന് പുറകിലാക്കി ക്രമീകരിച്ചു. കണ്ടല്ലോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
ഓക്കെ. ഇനി എനിക്ക് റെഡിനെ ഈ യെല്ലോയ്ക്കും ബ്ലൂവിനും ഇടയിലായിട്ട് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ റെഡിനെ സെലക്ട് ചെയ്യുക. റെഡിനെ സെലക്ട് ചെയ്തതിന് ശേഷം എന്തിലേക്ക് പോവുക? ഒബ്ജക്റ്റ് മെനുവിലേക്ക് പോവുക. എന്നിട്ട് എന്ത് കൊടുക്കുക? റൈസ് കൊടുക്കുക. റൈസ് എന്ന് പറഞ്ഞാൽ 1 സ്റ്റെപ്പ് എന്നാണ് അർത്ഥം. കണ്ടല്ലോ ഇതിനിടയ്ക്കായിട്ട് വന്നാണ്ടോ? അപ്പൊ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. അപ്പൊ ഡൗട്ട് ഉള്ളവരാണ്, ഒരാൾ ചോദിച്ചു, അതുകൊണ്ടാണ് ഒന്നുകൂടി ക്ലിയർ ചെയ്ത് തന്നത്. അപ്പോ റൈസ് ടു ടോപ്പ്, ലോവർ ടു ബോട്ടം, റൈസ് ടു ടോപ്പ്, ലോവർ ടു ബോട്ടം, റൈസ് ലോവർ. ഓക്കെ, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓക്കെ ഓക്കെ അല്ലേ? എല്ലാരും വൈകിട്ട് ചേർന്നോ? ക്ലാസ്സിൽ ചേർന്നോ? കേട്ടോ? ലെഫ്റ്റ് ആയിക്കോളൂ. വൈകിട്ട് ക്ലാസ് ഉണ്ടേ. ഓക്കെ, ലെഫ്റ്റ് ആയിക്കോളൂ.